എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് പവിഴം കുക്ക് ഓഫ് സ്മാർട്ട് കറി പൗഡേഴ്സ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. എത്രയോ പതിറ്റാണ്ടുകളായി വലിയ സ്ക്രീനിലും ചെറിയ സ്ക്രീനിലും ഒക്കെ നമ്മൾ കാണുന്ന 2 പേരാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ. അഭിനയത്തിന്റെ പാരമ്പര്യത്തിൽ മാത്രമല്ല സ്ക്രീൻ പ്രസൻസിലും 2 വലിപ്പമുള്ള വ്യക്തികൾ. വരികയാണ് നമ്മുടെ വേദിയിലേക്ക് മല്ലിക സുകുമാരൻ, ശ്രീലത നമ്പൂതിരി. വെൽക്കം. നല്ല ആരോഗ്യമാണല്ലോ. നമസ്കാരം മല്ലിക ചേച്ചി. നമസ്കാരം ശ്രീലതാജി. എല്ലാം സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. വലിപ്പമുണ്ടെന്ന് ചേച്ചിക്ക് അത് മനസ്സിലായല്ലേ? ഇപ്പോ ഏത് സീരിയല്ല ഇപ്പൊ വലിയ വില്ലത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വില്ലത്തിയല്ലല്ലോ, നല്ലൊരു ആരാധകരുടെ ശല്യമൊക്കെ ഉണ്ടോ വില്ലത്തിയായിട്ട്? ഒന്നുമില്ല. പ്രശ്നം ഞങ്ങളൊക്കെ പണ്ട് സിനിമയെ കണ്ടവർക്ക് നല്ലോണം അറിയാം, അല്ലെന്നറിയാം. ഞങ്ങള് കുറച്ച് പേരെ ഉള്ളായിരുന്നു, അത് ഞങ്ങളെ വേണമായിരുന്നു. അതെ, ഇപ്പൊ അങ്ങനല്ല. ഈ പറഞ്ഞിട്ട് ഒരുപാടായപ്പോഴേ ആരെ വേണമെന്ന് ചർച്ചയാ. മറ്റേ ആകെപ്പാടെ ഞങ്ങള് 10 പേര് ചർച്ചയ്ക്ക് സാധ്യതയില്ല അല്ലേ? എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാരും ഒക്കെ കാണുമായിരുന്നു. പിള്ളേർ സെറ്റൊക്കെ അഭിനയിക്കുന്ന സിനിമയിലൊക്കെ പോയോ? അടുത്തിറക്കം കാണും? ഇല്ല. എന്ന് മാത്രമല്ല, ചേച്ചിയോട് ചോദിച്ചാൽ ഞങ്ങളൊക്കെ ഔട്ട്ഡോർ പോയെന്നറിയോ? ചേച്ചി വിളിക്കും, ഡീ നീ എന്താ കൊണ്ടിരുന്നേ? സേലത്തില്ലയോ നമുക്ക് ഏർക്കാട് ഇവിടെ? അതെ. അപ്പൊ നീ എന്താ കൊണ്ടുവരുന്നത്? ചേച്ചി ഇവിടെ ജോലിക്കാരിയില്ല, ഒരു 5-6 ദിവസം വീട്ടിൽ ഉണ്ണിയപ്പം മതിയോ? മതി, ഞാൻ 2-3 ഐറ്റം എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരാള് അച്ചാറ്, മീനച്ചാറ്. മീന ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. എന്ത് വേണ്ട, ആരാട്ടോ പറഞ്ഞാലും പിക്നിക്ക് പോകുന്നവരൊരു 10 കൂട്ടമായിട്ട് പോകും. പക്ഷേ ഈ 10 കൂട്ടവും രുചിക്കാൻ ഞങ്ങളുടെ ബഹുമാനരായ നസീർ സാറ് വരെ വരുന്നത്. പക്ഷേ നിങ്ങൾ എന്തോന്ന് കൊണ്ടുവന്നിരിക്കുന്നത്? അതെ, വരുമായിരുന്നു. ആ ഒരു ബന്ധമൊന്നും ഇപ്പൊ ഇല്ലേ. പക്ഷെ അന്നൊരു കുറച്ചുകൂടെ ഊഷ്മളത ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ സിനിമയിൽ എവിടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛനും അമ്മയൊന്നും ഇല്ല, പ്രോപ്പർട്ടി. പക്ഷെ ഒരുപാട് പ്രായമായിട്ട് ഇടപാട് ഇരുന്നുപോയി. അതിലെ മത്സറിയ അടുത്ത എനിക്ക് 2 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞല്ലോ, പല പിള്ളേർക്കും യഥാർത്ഥത്തിൽ പിതാവില്ല സിനിമയിൽ. അത് വേറെ വാക്കാ പുള്ളി പറഞ്ഞു. അപ്പൊ നമ്മുടെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാ പറഞ്ഞു. അല്ല, ശരിക്കും സത്യം കേട്ടോ. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ. കാരണം ഇപ്പൊ ഈ അച്ഛനില്ല, അമ്മയില്ല. ഇനി അഥവാ ഉണ്ടേത്തിന്റെ അകത്തോട്ട് വിളിച്ചു പറയാം, അമ്മേ ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സ്ത്രീ ഡബിയെ ശരി മോനെ പോയിട്ട് വാ, അത്രേ ഉള്ളൂ അമ്മ. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഒരു പ്ലസ് പോയിന്റ്, ഞങ്ങളുടെ ശബ്ദം നമ്മളുടെ ശബ്ദം ചേരുന്നത് വേറെ ആരുടെ ഇല്ല. ഞങ്ങൾ തന്നെ ഇല്ല, ഞങ്ങൾ തന്നെ ബ്രോഡാഡിയില് അമ്മൂമ്മയായിട്ട് അല്ലേ? പൃഥ്വിരാജിന്റെ അച്ഛന്റെ അമ്മ. സത്യമായിട്ടും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങള് ഒരു 5-6 പേര് എന്റെ ഫോണിൽ കിടപ്പുണ്ട് വീഡിയോ. എന്റെ പൊന്നെ 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, എടാ ജോണിക്കുട്ടിയേ ഇങ്ങോട്ട് നോക്കിയടാ, ഏത് ബ്യൂട്ടി പാർലറിലാടാ അതിന്റെ പെണ്ണുപിള്ള പോയി. ഇത് ഞാൻ ചോദിച്ചു, എന്റെ കുഞ്ഞെ എന്റെ മക്കൾ എങ്ങനെ ഈ ഡയലോഗ് പഠി? ഞാൻ ഇങ്ങനെ കേട്ട് പഠിച്ചതാ. അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇല്ല കാല തിരുമുന്നതും മോഹൻലാലിനോട് ചോദിക്കുന്നതും ഒക്കെ അതൊക്കെ വലിയ സംഭവമായിട്ട് മാറി. ഏതായാലും അതൊരു രാജു വഴി വന്ന് പെട്ടതാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ എന്റെ സാറാസം ഒരു പടം, നമ്മുടെ ജൂഡിന്റെ ഒരു പടം റിലീസായപ്പോ ഇതുപോലെ ഒരു അമ്മച്ചിയെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലാലു തന്നെയാണ് പറഞ്ഞ ആ ക്യാരക്ടർ വലിയ ചെയ്തായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയിൽ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എന്ന് പറയുന്ന ആളാ. അപ്പൊ രാജു ഇല്ല, ഒരു ദിവസം രാജു വീട്ടിൽ വന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തുവാടാ? അതൊക്കെ അപ്പൊ പറയാം അമ്മന്നില്ല എന്ന് പറഞ്ഞ് നാക്കെടുക്കുകയും ലാലുവിന്റെ ഫോണ്, ചേച്ചി നമ്മുടെ രാജു ചെയ്യുന്ന ഒരു പടത്തിനകത്തേ എൻ്റെ അമ്മയായിട്ട് ഒരു വേഷമാണ്. ഞാൻ പറഞ്ഞു, ഇതാണോ അവൻ ചോദിച്ചേ, ഒരു വേഷം തന്നാ ചെയ്യുമോ? എൻ്റെ മോനെ ഇവൻ ഏത് ഡയറക്ടർ, ഞാൻ മോനോട് ഒരു പടം എന്നൊക്കെ പറഞ്ഞ് ഞാനത് കയറപ്പോഴത്തെ ആന്റണി വിളിച്ചു, പോയി അഭിനയിച്ചു. സത്യം പറഞ്ഞാൽ അതൊരു ഒരുപാട് സീനിന്റെ അല്ല, ആ ക്യാരക്ടർ എല്ലാവരും ശ്രദ്ധിച്ചു. ഒരു എക്സ്പീരിയൻസ് വരുന്നു. നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി കുഴപ്പത്തിലാക്കിയ ആ ശബരീഷ് പറയായിരുന്നു, ശ്രീലത നമ്പൂതിരി ആദ്യമായിട്ട് സലിൽ ചൗധരിയുടെ സംഗീതത്തിലാണ് പാടിയെന്ന്. അത് ഞാനൊന്ന് ഞെട്ടി കേട്ടോ. ഞാൻ അന്നും നമ്മള് സംസാരിക്കണ ഓർത്തില്ല. അത് 7 രാത്രി എന്നുള്ള സിനിമയില് ഒരു, അതായത് ശാന്താദേവിയുടെ മകന് പ്രിൻസിന് വേണ്ടിയിട്ട് ഒരു 4 വരി. ആ 4 വരി ഇപ്പൊ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതൊന്ന് ആൾക്കാരൊന്ന് കേൾക്കട്ടെ. അതെ, അടുത്ത ഗാനം ശ്രീലത നമ്പൂതിരി ആലപിക്കുന്നു. ഓക്കെ. പട്ടണത്തിൽ വന്നിരിക്കണ് ഫസ്റ്റ് ഒരു സിനിമ, പട്ടണത്തിൽ വന്നിരിക്കണ് ഫസ്റ്റ് ഒരു സിനിമ,
8-10 പാട്ട് കേൾക്കാം, മുട്ടിന് മുട്ടിന് ഗുസ്തി കാണാം, തൊട്ട് തൊട്ട് പെൺപിള്ളേരുടെ കുളി കാണാം, കുളി കാണാം, കുളി കാണാം. ദക്ഷിണാമൂർത്തിയാണ് അല്ലേ മ്യൂസിക് പഠിപ്പിച്ചത് അല്ലേ? ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് പിന്നീട് അടൂർപാസിലൂടെ മരഞ്ഞുറ്റി അല്ലേ? അത് ഞങ്ങൾ അരിപ്പാട്ടുകാരാ ഒരു ആണ് അരിപ്പാട്ടുകാരാ പിന്നെ അടുത്തടുത്ത്. അയ്യോ ആഹാ, ഞങ്ങൾക്ക് അങ്ങനെ ഏത് ആർട്ടിസ്റ്റ് ചേട്ടനാണോ അനിയനാണോ അമ്മാവനാണോ എന്നൊന്നും ഞങ്ങൾ നോക്കത്തില്ല. നമുക്കൊരു വേഷം കിട്ടിയാൽ ഞങ്ങൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അങ്ങനെ അടൂർപാസിനോട് അഭിനയിച്ചോണ്ടാ 10-240 സിനിമ അഭിനയിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പാടായനെ അല്ലേ? പിന്നല്ല, ഒരു നായികയായിട്ട് അഭിനയിക്കാൻ പോയി 2-3 പടം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചിലപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല. ഈ പ്രേംനസിനെ കാണാൻ വേണ്ടിയാണോ സിനിമയിൽ പോയത്? അതെ അതെ, അങ്ങനെ എന്തോ ഒരു കഥ പറഞ്ഞേക്കാം. പ്രേംനസിനെ കാണാനുള്ള ആവേശം കാണാൻ ഭയങ്കര ആവേശമായിരുന്നു. ഒരു ഷൂട്ടിങ് കാണാൻ പോയി. അങ്ങനെ അത് ചെന്നൈയിലായിരുന്നു. അദ്ദേഹത്തെ കാണാൻ പറ്റിയോ? കാണാൻ പറ്റി. പിന്നെ അതില് ഞാന് പോയപ്പോ സേതുമാൻ സാറ് ഒരു മേക്കപ്പ് ടെസ്റ്റ് എടുത്തൊരു പാട്ടില് എന്നെ ഒന്ന് അഭിനയിച്ചു. അന്ന് പിന്നെ സുന്ദരിയായിട്ടിരിക്കുവായിരുന്നു. അയ്യോ കൊള്ളാം. ഇന്നിപ്പോ അത് മാറി. നമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന ആദരവും ബഹുമാനവും ഒക്കെ പറഞ്ഞ് അറിയിക്കും. ഇന്നിപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞ എവിടെയോ, ഞാന് കോഴിക്കോട് വരിക ട്രെയിനില്, അച്ഛനോട് അപ്പുറത്തുനിന്ന് കണ്ടെന്ന് കയറിയവരാ. ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ ഒരു കുഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവിടുത്തെ ഭാര്യ ഞാൻ വിചാരിച്ചു പോയി. കുറച്ച് കഴിയുമ്പോ പുള്ളി അവിടെ എഴുതേറ്റ് എന്റെ മുമ്പേ എഴുതിട്ട്, മാഡത്തിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ, നമ്മളത് കാണാൻ വഴിയില്ല സാർ. അല്ലല്ല, കണ്ടിട്ടുണ്ട്. ഏതാ ഞാൻ നല്ലതുപോലെ സിനിമയിലാണെന്നും മല്ലികാ സുകുമാരനാണെന്നും ഒക്കെ അറിയുന്നതിന് ശേഷമാണ് മുമ്പാളെ പൊട്ടതേക്കാം. ഞാൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ കണ്ടിട്ടില്ല. മാഡം എവിടെ വർക്ക് ചെയ്തു? ഞാൻ പറഞ്ഞു തലശ്ശേരി ബ്രണ്ടൻ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ. മുഖമൊക്കെ മാറി. ഞാൻ അതങ്ങനെയല്ല കേട്ടത്. ഞാൻ സാർ എന്തുവാ കേട്ടേ? അല്ല, അപ്പോഴത്തേക്ക് പുള്ളിയുടെ ഭാര്യ, ഞാൻ അപ്പോഴേ പറയും ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വേണ്ടാത്ത ഭർത്താവ് വെച്ച്, മാഡം ഒരു പടം എടുത്തോട്ടോ ഞാനും എൻ്റെ മോളും. അത്രേ ഉള്ളൂ കാര്യം. അതുപോലെ തന്നെ ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് സിനിമ എടുക്കുന്നത്. കുമാരി തങ്കം. മദ്രാസിൽ വന്നതിന് ശേഷം അറിയുന്നത് ഈ ബാസിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കേണ്ടെന്ന്. അപ്പം അതുവരെ ഇവര് പറഞ്ഞില്ല. നായികയാണ്. 17 തന്നെ തുടങ്ങി. അതെ അതെ. ട്രെയിനിലോട്ട് കയറി കഴിഞ്ഞപ്പോ പിന്നെ സ്വപ്നമായിരുന്നു, ഷോ ഈ പ്രേംനസീറിന്റെ കൂടെ ഒക്കെ ആണല്ലോ അഭിനയിക്കുന്നത്, ഭയങ്കര നാണം. അപ്പൊ ഷീലാമ്മയെ കെട്ടിപ്പിടിക്കുന്ന ഭയങ്കര ഇത്. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പച്ചി ഞാൻ ആരുടെ കൂടെ അഭിനയിക്കുന്നത്? നസീർ സാറിന്റെ കൂടെ അല്ലേ? പറയാ, നീ വിഷമിക്കാതെ പറയാം, ഇപ്പൊ വരുമെന്ന്. അപ്പൊ ഒരാൾ മുറുക്കി ചോപ്പിച്ച കൈയോട് കയറി വന്നു, ഇതാണ് നിന്റെ നായകൻ. കാറ്റുപോയി. തീർന്നു. എന്നിട്ട് ആ സിനിമയിൽ അഭിനയിച്ചില്ല. ഇല്ല. പിന്നെ വേറൊരു സിനിമയില് കൃഷ്ണൻ നായർ സാർ നിർബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു അഭിനയിപ്പിച്ച് എന്നോട് പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ പറഞ്ഞു, തിരിച്ചു പോയിക്കോ, ഇത് കഴിഞ്ഞിട്ട് പോയിക്കോ. പക്ഷേ അത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് സിനിമകൾ വന്നു. കാരണം ഒരു ചെറുപ്പക്കാരി എന്നുള്ള രീതിയിൽ അന്ന് കോമഡി അഭിനയിക്കാൻ ആരുമില്ല. അതെന്റെ ഒരു ഭാഗ്യമായി. പിന്നെ വലിയ ഭാഗ്യം. മല്ലികയ്ക്ക് അറിയാമല്ലോ, നമ്മൾ അഭിനയിച്ചിരിക്കുന്ന പടത്തിലൊക്കെ കോമഡി എഴുതിയിരിക്കുന്ന ബാസിയേട്ടൻ. ശരിയാ. ഇല്ല, ഓമന കുഞ്ഞെന്നൊരു പടം ഷീല ചേച്ചി അഭിനയിച്ചതാ. നമുക്കറിയാനേ വയ്യ. സാറ് പതുക്കെ വന്ന് ടേക്കിന് പറയും, നിങ്ങള് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കവന്നടിച്ച് വീഴാൻ പോകുന്നല്ല, മേശയിലുണ്ടെന്ന് കുനിയണേ. സാർ ഇങ്ങനെ സാർ ആ കുനിയാ സാർ, നമ്മൾ അത്രേ പ്രതീക്ഷിക്കുള്ളൂ. ഞാൻ കുനിയെ സാർ ഒരു കുപ്പി മഷി തട്ടി അങ്ങ് ഇട്ട് അവിടെ കണ്ടിരുന്നത്. മഷി സാറ് ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് സാറ് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അത് അങ്ങനെ കുറെ എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിൽ കണക്ക് കൂട്ടി ആ സമയത്ത് പറയും. നമ്മളൊക്കെ പുതിയ ആൾക്കാരാ, ചേച്ചിക്കൊക്കെ കുറെ പറഞ്ഞുകൊണ്ട് കാണിക്കത്തില്ല. അപ്പം ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്ത് ഒരു പ്രേമരംഗം. അപ്പം ഒരു 4-5 പടം കഴിഞ്ഞു. പക്ഷെ അപ്പം ഇങ്ങനെ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുമ്പോ അവിടെ നിന്നോണ്ട് അച്ഛൻ വിളിക്കും, എടി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ മാറുന്നു. അപ്പൊ ഫേസ് ടു ഫേസ് നോക്കാൻ എനിക്ക് ചിരി വരും. കാരണം ഇങ്ങനെ ഒരുപാട് ചേഷ്ടകൾ കാണിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് അടുത്ത് വരുന്നു, ഫേസ് വരുന്നു, അടുത്തോട്ട്. അപ്പൊ ഞാൻ കണ്ണടച്ചങ്ങ്, എനിക്ക് ചിരി വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറയും, നിങ്ങൾ കണ്ണു തുറക്ക്. ഞാൻ പറഞ്ഞു, അല്ല അടുത്ത് വന്നില്ലെന്നോ, കണ്ണു തുറക്ക്. പിന്നെ ഇങ്ങനെ ഞാൻ അപ്പോഴും ചോദിക്കുക, അടുത്തെത്തിയോ. അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. അങ്ങനെ ചുംബനൊന്നുമില്ല. എന്റെ ഓർമ്മയില്ല അങ്ങനെയാ. അതൊക്കെ ചുംബനോ ഇല്ല. എരുമയുടെ പുറത്തോ പോത്തിന്റെ പുറത്തോ കണ്ട് ഒരു ആശ്ചര്യങ്ങൾ ഷൂട്ട് ചെയ്തില്ല. പോത്തിന്റെ പുറത്തായിരുന്നു. പോത്തിന്റെ പുറത്ത് എന്റെ അമ്മു മൈസൂരിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നപ്പോ മലയാളം തന്നെ ഒരു പുഴയുടെ തീരത്തിരുന്ന് ഇദ്ദേഹം എഴുതുക, സീൻ എഴുതുക, ബാസിയേട്ടൻ. അതെ. അപ്പൊ ഉണ്ട് നോക്കുമ്പോ ഉണ്ട് ഒരു പയ്യൻ ഇങ്ങനെ ഒരു എരുമപ്പുറത്ത്
ഒരു പാട്ടും ഒക്കെ പാടിക്കൊണ്ട് ഒരു ഫ്ലൂട്ടും ഒക്കെ വായിച്ചുകൊണ്ട് പോന്നു, ഒരു പാൽക്കാരൻ ചെറുക്കാൻ. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളിഞ്ഞ് വന്നേ, നിങ്ങളൊരു കാര്യം ചെയ്യും, പാൽക്കാരിയായിട്ടല്ലേ ഇതിൽ അഭിനയിക്കുന്നത്, ആ എരുമപ്പുറത്ത് കയറിയിരുന്നോളെ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നല്ലോണം ജീവിച്ചോട്ടെ കൊടുക്കാൻ. പുള്ളി അങ്ങ് നിർബന്ധിച്ച് കൊടുക്കുക, അതിനകത്ത് പുറത്ത് കയറി. അപ്പം ഞാൻ വിചാരിച്ചു ആനയൊന്നും അല്ലല്ലോ, വീണാലും വലിയ കുഴപ്പമില്ല. എരുമയല്ലേ, പോത്ത കയറിയിരുന്നു. കയറിയിരുന്ന് ആദ്യമൊക്കെ അതിന് മനസ്സിലായി കേട്ടോ, ഇത് വേറെ ആയിരുന്നു. ആദ്യമൊക്കെ നല്ല പാട്ട് ഇങ്ങനെ ഇതൊക്കെ ഫ്ലൂട്ടൊക്കെ ഓതി ഇങ്ങനെ പോയി. പിന്നെ ഈ ക്യാമറ ഈ ഡബിൾ ഇതിൽ ഓടി ഇങ്ങനെ അങ്ങോട്ട് പോയി ഞാൻ ആ വെള്ളത്തിൽ വീണു. ഒന്നും പറ്റിയില്ല എന്നാലും. പക്ഷേ തിയേറ്ററിൽ അത് കാണാൻ നല്ല രസമായിരുന്നു. അതേപോലെ ഞങ്ങള് എല്ലാരും കൂടെ വണ്ടിപ്പൂരില് പെൺപട ഒരു സിനിമ, വിജയലളിതയാണ് നായിക. പിന്നെ പുള്ളിക്കാരത്തി തെലുങ്കിലെ കാട്ടി പിട്ടി ഭയങ്കര ഫൈറ്റ് ഒക്കെ ചെയ്ത് ഞങ്ങള് 10-13 പേരെ ഇതിനകത്ത് ഒരു കുതിര പന്തായുണ്ട്. അതല്ല, ഞങ്ങളെല്ലാവരും കുതിരപ്പുറത്ത് പോന്നു. ഒരു ഇതിന് ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ട്രെയിനിങ് തരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. മണിസാറ്, ക്രോസ്ഫെൽ മണിസാറ്, അപ്പൊ ജോഷി സാറൊക്കെ അത് അസോസിയേറ്റാ. അപ്പൊ വരുന്നത് ഞങ്ങളെല്ലാവരും കുതിര ഓടിക്കാൻ പഠിപ്പിക്കുക. ഓരോരുത്തരും ഇങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വലിച്ചോ ഇങ്ങോട്ട് പോകും. മല്ലിക രാവിലെ ഒരു വലിയ കുതിരപ്പുറത്ത് കയറി ഓടിക്കുക ഇങ്ങനെ, കണ്ടോ ഞാൻ പറഞ്ഞു, മല്ലിക ഇറങ്ങി താഴെ കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് 10-15 കുതിരയും എല്ലാവരുമായിട്ട് വിജയലളിത ഫ്രണ്ടില് അടുത്തത് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇത് 2-3 ക്യാമറ ഉണ്ട്. വിസിലടിക്കുമ്പോൾ ഓടിച്ചു കൊടുക്കണം. ഞാൻ ശരി വലിച്ചു. വിജയലളിത ഒറ്റ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ അല്ല ചെത്തി. അതെ. അപ്പൊ ഞങ്ങൾ പുറകെ പോകുമ്പോ ചേച്ചി പറഞ്ഞ ദൈവമേ അർജുനൻ ഫൽഗുനം ഭാരതം വിജയമായ പേരുകളിലൊക്കെ പറഞ്ഞ് ഞാനും ചേച്ചി 2 ചെറിയ കുതിര അതോട്ട് അനങ്ങുന്നുമില്ല. ചേച്ചിയെ എല്ലാരും പോയി, ഈ 2 കുതിര അനങ്ങത്തില്ല. നോക്കിയപ്പോ പോയി. ഉടനെ അവസാനം കുറച്ച് കഴിഞ്ഞൊക്കെ ഇവിടെ വേറൊരു ശബ്ദം, എന്നെ ആരെങ്കിലും രക്ഷിക്കോ എന്ന് പറഞ്ഞത് ലിസി. ഞാൻ നോക്കിയപ്പോ കുതിരയെ വീണിട്ട് കഴുത്തി കെട്ടിപ്പിടിച്ച് കിടക്കുക. അപ്പൊ എന്നോടുകൊണ്ട് ഈ കുട്ടി വീണാല് പുറകെ വരുത്ത കുതിര കയറും. അയ്യോ നിർത്തോന്ന് ആര് കേൾക്കാം. മരത്തിന്റെ മണ്ടയ്ക്കൊക്കെയാ ക്യാമറ. എങ്ങനെ അത് എവിടെയോ കൊണ്ടൊക്കെ നിർത്തി 10-15 കുതിരകളെ. അപ്പൊ കാണാൻ 2 പേരും പറയാം. അന്ന് മീനച്ചേച്ചിയായിരുന്നു അതിന്റെ മേർത്ത്. മീനച്ചേച്ചി എങ്ങനെയായിരുന്നു പോക്കെ താഴെ കുതിര വളഞ്ഞു പോയി. ഒരു വളവ് വെയിറ്റ് മുഴുവൻ കുതിര വളഞ്ഞു പോയല്ലേ. അങ്ങനെ എന്തൊക്കെ. പിന്നെ അന്ന് ഡ്യൂപ്പില്ല. ഞാനില്ലേ ചേച്ചി കൂടെ സ്റ്റണ്ട് ഫൈറ്റ്, ത്യാഗരായ മാഷാണ് ഫൈറ്റ് മാസ്റ്റർ. ഒരു ഭയങ്കരമായിട്ട് ചാരം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. ചേച്ചിക്ക് ഓർമ്മയുണ്ടത്? എന്നാ സാർ ചെയ്യണോ? ഇല്ലേ അതൊക്കെ മേലെ നമ്മ അപ്പടിയെ കൊണ്ടുവന്ന് വിടറേ ടേക്കിന് ചൊല്ലുമ്പോ 2 പേരും അപ്പടി ഉരുണ്ടു. നമ്മൾ ചാരത്തിൽ കൂടെ ഉരുണ്ടുരുണ്ട് താഴോട്ട് വരാനോ. ചേച്ചി മൂക്കിലും കണ്ണിലും ഒക്കെ കയറും. അനുഭവിക്കണേ. അങ്ങനെ ഞങ്ങൾ 2 പേരും ഡ്യൂപ്പില്ലാതെ ഒരു ചാരക്കൂരയുടെ മണ്ടയ്ക്ക് ഉരുണ്ട് താഴെ വരെ വന്നു. ഇന്ന് ചെയ്യുവോ? അമ്മോ ഇന്നിപ്പോ ഡ്യൂപ്പ് ഉണ്ടല്ലേ. അതെ, നമ്മള് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൈസ വാങ്ങിക്കുന്ന ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഡ്യൂപ്പല്ലേ. സത്യം, അത് മാത്രമേ ഉള്ളൂ നേരിട്ട് വാങ്ങിക്കുന്നത്. ശരിയാ. ചേച്ചിക്ക് ഇദ്ദേഹത്തിന് എത്ര കാലമായിട്ട് പരിചയമുണ്ട്? അയ്യോ ചേച്ചി, ഞാൻ അവിടെ ചെന്ന വർഷം 72. 72 എനിക്ക് ഞാൻ 68 വന്നു. ഹരിപ്പാടുകാരിയായിട്ടുള്ള ഏറ്റവും അറിയപ്പെടുന്ന ചേച്ചി അന്ന് ചേച്ചിയാണ് നടി. പിന്നെ മീന ചേച്ചിയുണ്ട്. ഹരിപ്പാടാണ് 2 പേരും. നടിമാരുടെ ഒരു യോഗം നടത്താമായിരുന്നു. സത്യം. ഗായകര് പലരും ഉണ്ട്. പീലിയിലെ ചേച്ചി, ഹരിപ്പാട്, ഇങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങള് കണ്ടു അടുത്തു. പക്ഷെ ആ ഒരു ഞാനിപ്പോഴും പലയിടത്തും പറയുന്നതാണ്. കാരണം ഇന്നൊന്നും ഉള്ള നമുക്ക് സ്വപ്നം കാണാൻ ഒക്കാത്ത രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾ. ഒരു അമ്പലത്തിൽ പോണോ, നിനക്ക് കാറില്ലേ, ഒരു കാര്യം കഴിഞ്ഞാൽ എൻ്റെ വണ്ടി അയക്കാം, അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറയുന്ന ഒരു. ഇപ്പൊ വണ്ടി ഉണ്ടോന്ന് വെച്ചാൽ അല്ല, ഇന്ന് സർവീസിങ്ങിന് പോയിരിക്കുക. 3 നേരത്തെ കിട്ടുകൊണ്ട് ഇത് പറയുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ആഹാരം ഇത് ഞാൻ പറയില്ലേ, ഞങ്ങൾ അങ്ങനെ എന്തെല്ലാം ഒന്നിച്ച് സിനിമ കാണാൻ പോകും. ലളിത ചേച്ചി, ശ്രീലത ചേച്ചി, ഞാൻ, ഒരിക്കൽ കനകദുർഗയുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ അടുത്തടുത്ത് താമസിക്കുന്ന ഒരു സിനിമയ്ക്ക് പോകാം. അയ്യോ അതൊക്കെ ഒരു നല്ല, സത്യം പറഞ്ഞ ഒരു മനസ്സിന് സന്തോഷം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്കുള്ള ഏക സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഉള്ള ഈ ഇടപഴകലായിരുന്നു. അന്ന് വേറെ പരാതിയും പരിഭവവും ഒന്നും ആർക്കുമില്ല. നമ്മളുള്ളത് ഒന്നുമില്ല. ഒരു ഈഗോയും ഇല്ല. അല്ല, വണ്ടി കയറുന്ന കാര്യം പറഞ്ഞ മറ്റേ ഇതിനകത്ത് കയറിയത് വലിയ പ്രശ്നമായി അല്ലേ ചേച്ചി? പ്രളയ കാലത്ത് അല്ലേ?
മറ്റേ ചേച്ചി ഒരു ചെമ്പ്, ചെമ്പിനകത്ത് അതായത് മഴ അപ്പൊ 2018 മഴയ്ക്ക് വെള്ളപ്പൊക്കത്തില്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ മാത്രമായിട്ടാണ് ഈ കുറച്ച് ഇറക്കത്തില്ലായിരുന്നു 3 റോഡ്. അപ്പൊ കാണാൻ ഭയങ്കര ഈ വെള്ളം എന്ന് പറഞ്ഞാൽ മുങ്ങുന്ന വെള്ളമൊന്നുമില്ല ഇതുവരെ ഉള്ളൂ, പക്ഷെ അഴുക്ക് വെള്ളം അവിടെ ഇവിടുന്നൊക്കെ അതിനകത്ത് ജന്തുക്കളുണ്ടോ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ജോലിക്കാർക്കെല്ലാം ചെമ്പി കയറാൻ പേടി. ഫയർഫോഴ്സിന്റെ ഏതാണ്ട് ഊതി വീർപ്പിക്കുന്ന ഒരു ബോട്ട് വന്നതിനകത്ത് നമ്മുടെ ലീലാമ്മച്ചി അവരൊക്കെ കയറ്റി വിട്ടു. കയറ്റി ഞാൻ പറഞ്ഞു ആരെങ്കിലും, ഞാൻ മാത്രമേ ഇരിക്കത്തുള്ളൂ, ആരെങ്കിലും ഒന്ന് തള്ളി തണ്ട് 50 മീറ്റർ. കൗൺസിലർ പറഞ്ഞു ഞാൻ വിടാം. ഓ ധൈര്യമായിട്ട് കയറിയത് ഞാൻ കുടയൊക്കെ പിടിച്ച് ഇവിടുന്ന് ഇതങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അവിടെ ഒരു 10 മൊബൈൽ എവിടെ പോയി അതാണ് ഞാൻ പറഞ്ഞു മക്കളെ 49 ലക്ഷം രൂപ ടാക്സ് കൊടുത്തത് ഇതിനകത്തോട്ട് വെള്ളമില്ലാത്ത സമയത്തെ വരാനുള്ള പറ്റിയ റോഡല്ല. അപ്പൊ അവരിപ്പോ തീരെ പറ്റത്തില്ല. ഏതായാലും ആർക്കാണോ ആ ബുദ്ധി തോന്നിയെന്ന് വെച്ചാൽ അവരോട് സത്യം പറഞ്ഞാൽ നന്ദി പറയുക. 10 ദിവസം കൊണ്ട് എന്റെ റോഡ് ശരിയായി. പുറവശത്തെ കനാലൊക്കെ വീതി കൂട്ടി വലുതാക്കി. വെള്ളം കയറത്തില്ല, ഒരു വകയില്ല. ഇപ്പൊ സാധാരണ മഴയത്ത് എല്ലാ റോഡിലും ഒക്കെ ഉള്ളതുപോലുള്ള വെള്ളങ്ങളല്ല, അത് ഈ വെള്ളപ്പൊക്കം വീട്ടിൽ കയറുന്നില്ല. അല്ലേ ചേച്ചി, ഈ അടുത്ത ഈ 2018 വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൂര്യ കൃഷ്ണമൂർത്തി എനിക്ക് ഇടയ്ക്ക് വാട്സപ്പിൽ പടം അയച്ചു തന്നു. അത് വേറെ ആരോ പുള്ളിക്ക് അയച്ചു കൊടുത്താ. അപ്പൊ ആ പടം കണ്ട് ഞാൻ ചിരിച്ചു പോയി. എന്താണെന്നറിയോ, ആ പടത്തിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക ഒരു സ്ഥലത്ത്, വെള്ളം കയറി കിടക്കുക, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കും. എന്നിട്ട് അതിന്റെ ഒരു അടിക്കുറിപ്പ്, ഈ പുരയിടത്തിന്റെ ഉടമസ്ഥൻ ഏതൊരു കുന്നിന്റെ മണ്ടേ കയറി ഇരിക്കുക. വെള്ളപ്പൊക്കമോ ഇയാൾ അവിടെയായി ബോർഡ് വെച്ചേക്കുന്നത്. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്തു, പിറ്റേ ദിവസം വലിയ സുമാരം പോകുന്നതൊക്കെ പടമൊക്കെ വന്നു. അല്ല കേൾക്കണം, എന്റെ മോനും കൂടെ കേട്ടല്ലെന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഇപ്പുറത്തെ മേൽ അടുത്ത പടം വലിയ പ്രസിദ്ധ നേതാവ് VM സുധീരൻ PMGയുടെ അവിടെ കൂടെ ബോട്ടിൽ പോകുന്നത് മാത്രമല്ല. അപ്പൊ PMG കോസ്മോ ഹോസ്പിറ്റല് അവിടൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോകേണ്ട അവസ്ഥയാണെങ്കിൽ ഇവിടെ താമസിക്കുന്നത് എനിക്ക് 4 ബോട്ടെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തരം. അപ്പൊ 2018 പറ്റിയത് ഇവർ 4 ഡാം ഒന്നിച്ചൊക്കെ തുറന്നു. അതിനോട് പറ്റിയ ചേച്ചി ദുരിതാശ്വാസ ക്യാമ്പിൽ പോയോ? ദുരിതാശ്വാസ ക്യാമ്പിൽ പോയതല്ല. 350 കിലോ സാധനയോ. അന്ന് ഋഷിരാജ് സിംഗ് സാറാണ് എക്സൈസ് കമ്മീഷൻ. അപ്പൊ എനിക്ക് ഈ സീരിയലിലൊക്കെ കൂടെ വായിക്കുമല്ലോ, സാരി, നൈറ്റി, നല്ല പട്ട് സാരി ഒരു 19 എണ്ണം ഒരു കണ്ടാ ഇപ്പൊ വാങ്ങിച്ചാൽ തോന്നും, കൊടുത്തയച്ചു. എന്നിട്ട് ഇപ്പൊ അതിന്റെ എക്സൈസിലിരിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും റാന്നി ക്യാമ്പിലാണ് ഇത് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നത് ഈ നൈറ്റി സർക്കാർ തിരിച്ചു തരാൻ വലിയ ചേച്ചിയുടെ ഒരു സാരി തരുമോ? അത് എന്നെ കളിയാക്കി പറഞ്ഞാൽ തരത്തില്ല. നല്ല സാരികളെല്ലാം ഞാനും 350 കിലോയോളം ഉണ്ടായിരുന്നു. കുറെ പടത്തിൽ പാടിയില്ലേ, പിന്നണി പാടി. ആർക്കൊക്കെയാ പാടിയിരുന്ന? ഒന്ന് ശ്രീവിദ്യക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, പിന്നെ ബാക്കിയല്ല എനിക്ക് പാടി. കച്ചേരി ഉണ്ടായിരുന്നു അല്ലേ അന്ന്? കച്ചേരി ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്കൊന്ന് വേറെ വലിയ ലക്കിയാ ഈ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇട്ടത് തോപ്പിൽ ഫാസിയാ. അതിൽ കൂടെ ഒരു ഭാഗ്യം. 2 വർഷം ഏത് നാടകത്തെ അഭിനയിച്ചു? അഭിനയിപ്പിച്ചു. യുദ്ധകാണ്ഡം, കൂട്ടുകുടുംബം. പിന്നെ 2 പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് വാങ്ങിച്ചു ലൈറ്റ് മ്യൂസിക്കിന്. ലോങ് ജമ്പിന് ഫസ്റ്റ് വാങ്ങിച്ചു 2 പ്രാവശ്യം. ഈ നസീർ ഷീല കൂട്ടുകെട്ടിലുള്ള സിനിമയിലാണ് കുറെ അഭിനയിച്ചത് അല്ലേ? അതിലെപ്പോഴും അടർബാസി ഉണ്ടാവും, അതിന്റെ ആഡ് ഓൺ എന്ന് പറയുന്ന പോലെ ശ്രീലത നമ്പൂതിരി ഉണ്ടാവും അല്ലേ? അങ്ങനെ ഞങ്ങളൊക്കെ തഴയത് കേട്ടോ എന്നെ. ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ KP ഉമ്മർക്കായുടെ പെരിച്ചാഴിയിൽ അഭിനയിച്ചോ? ഇവിടുന്ന് പോയി ആദ്യമായിട്ട് സത്യം ഒരു പടം ചെയ്ത കാർത്തികളൊക്കെ ചെയ്തിട്ടിരിക്കുമ്പം KP ഉമ്മർ സാറ് ചോദിക്കാണ്ട് ഇവര് കോളേജിൽ നാടകമൊക്കെ അഭിനയിക്കുന്നത് കേട്ടു. എൻ്റെ ഒരു നാടകമുണ്ട്, ബാംഗ്ലൂരിൽ പ്രോഗ്രാം ഉണ്ട്, പെരിച്ചാഴികൾ. അങ്ങനെ ഒരു 3 സ്റ്റേജ് പെരിച്ചാഴികൾ നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ എനിക്കിഷ്ടം നാടകം. പിന്നെ ആ നാടകം വലിയ ചേച്ചി തിരുവനന്തപുരത്തെ തണ്ടർ ബേർഡ്സ് അതില് പാട്ടുകാരിയല്ലേ? അത് കോളേജിൽ ഒരു സ്വാമിയുണ്ട്, താടിയൊക്കെ. സ്വാമിയുടെ ഗിറ്റാറ് ശ്രീകണ്ഠൻ, അയ്യോ പാവം മരിച്ചു, ശ്രീകണ്ഠന്റെ തബല, പിന്നെ അവരൊരു ഓർക്കസ്ട്ര, അതിന്റെ പേരാണ് തണ്ടർ ബേർഡ്സ്. അതിൽ പാടിയവരാ ഞാന്, വേണുനാഗവള്ളി, ബാലേന്ദ്രമേനോൻ. എന്തായിരുന്നു ചേച്ചി? പിൽക്കാലത്ത് വലിയ പ്രശസ്തരായി. ആ മാത്രം പാട്ടിൽ നാടകത്തിൽ ഇപ്പോഴും വലിയ അഭിനയിക്കുക. കാരണം കാണാൻ പഠിക്കുക വേണ്ട. അതിന്റെ എന്താ കഥയുടെ പേര് എന്താന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി. നോൺ സ്റ്റോപ്പ് നിർത്താൻ ഒക്കത്തില്ല, തുടങ്ങിയാൽ അല്ലേ പിന്നെ നിർത്താൻ പറ്റത്തില്ലല്ലേ? അതൊരു കഴിവാണ്. അതിന്റെ അല്ല ഒരു സിറ്റുവേഷൻ പറയുമ്പോഴേ ഈ കറക്റ്റ് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേട്ടാ എന്താ പറഞ്ഞ ഞാൻ തെറ്റിപ്പോയി ഒന്നുകൂടെ ആ പരിപാടി നമുക്കില്ല.
കാരണം നമുക്കൊരു സിറ്റുവേഷൻ അറിയാം. അപ്പൊ അതിനകത്ത് ഒരു അതിൽ നിന്ന് ടോട്ടലി മാറിപ്പോകാതെ വൃത്തികളൊന്നും പറയാതെ അന്തസ്സായിട്ട് ആ അർത്ഥം വരുന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരിയൊക്കെ പറയാൻ പറ്റും. ചില സ്ക്രിപ്റ്റ് റൈറ്റർ സമ്മതിക്കില്ല. അല്ല, ചിലര് ഈ പറഞ്ഞിട്ടാ ഈ ചേട്ടാന്ന് വിളിക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ. ഈ ചേട്ടാന്ന് വിളിച്ച് 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 കുറെ പേര് അയ്യോ പാവ കൊച്ച് എന്നുള്ള മട്ടില് ഇങ്ങനെയാ മോളെ കേട്ടോ. അതായത് അച്ഛൻ അന്ന് പോയപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ആ ചേട്ടനെ കണ്ടില്ലേ ഇവിടെ. അച്ഛാ അന്ന് നമ്മള് പോയപ്പോ ചേട്ടനെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ പോയി തെറ്റി അവിടെ. അങ്ങനെ വേണ്ട വേണ്ട, നമ്മളെ കൂടെ തിരുത്തും. ചേച്ചി ആ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നല്ലോ. അയ്യോ ഞാൻ പറഞ്ഞു മോനെ അച്ഛാ നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴേ ആ പോയ വഴിക്ക് കണ്ടത് ആ ചേട്ടനല്ലേ. ഈ ചേട്ടൻ അപ്പുറത്തും ഇപ്പുറത്തും വരാം, കുഴപ്പമൊന്നുമില്ല. ശീല നമ്പൂതിരി ഷീലാമ്മ ഇടയ്ക്ക് വന്നപ്പോ നോക്കി വെച്ചേക്കാന്ന് പറഞ്ഞു. എന്തിനാ? കാരണം ഇടയ്ക്കിടയ്ക്ക് ഷീലാമ്മയെ അനുകരിച്ച് നാശമാക്കുന്നു. ഈ ചേച്ചി പണ്ടൊക്കെ ചേച്ചി തന്നെ പറയിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ ചേച്ചി ആരാണ്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട്. ഷീലാമ്മയെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി ഇതൊക്കെ ഷീലാമ്മ ഒരു കാര്യം പറഞ്ഞു വെച്ചാല് എന്നെ അത് പറഞ്ഞു എന്നെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ശ്രീലതയാന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേൾക്കാതെ കാര്യം ഞാനത് ഒന്ന് രണ്ട് തവണ കേട്ടു. ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ വേണമെങ്കിൽ ഒരു സിനിമയില് അങ്ങനെ അതെ കണ്ണപ്പനുണ്ണി അതൊരു സിനിമയിൽ ഇങ്ങനെ തെറ്റ് ചെയ്ത് ഒരു വിധിക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പം പുള്ളിക്കാരി പറയാണ്, എന്റെ കാവിലമ്മേ ഈ വിധി പറയാൻ എനിക്ക് ശക്തി നൽകണമേ. വിധി പറയാൻ പോവാ. നിന്റെ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ നാവ് പൊങ്ങി? അത് പറയും. ആരവിടെ ഈ പെരുങ്കൊല്ലനെ ഇന്നേക്ക് 10ാം നാൾ നക്ഷത്രക്കിണറ്റിൽ കൊണ്ടുപോയി തലയെറിഞ്ഞു കളയാൻ ഈ മാക്കം വിധി കൽപ്പിക്കുന്നു. അല്ലെ ചേച്ചിയും ഒരു പരിധമൊക്കെ അതല്ല നമ്മൾ ഇത്രയൊന്നും വരുന്നൊന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ പണ്ട് ചേച്ചി ഇങ്ങനെ കാണിക്കാൻ പറയുന്നത് ഇതൊക്കെ കറക്റ്റാ. ഈ ഒരു ശ്വാസം പിടിയിൽ കൂടെ ഇടയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാ. കളരി ദൈവങ്ങളാണ് സത്യം. അതുകൊണ്ട് ഇങ്ങനെ ആ ചേച്ചിക്ക് ഒരു ഇതുണ്ട്, ഒരു ശ്വാസം പിടിയിലുണ്ട്. ചേച്ചി അതൊരു എക്സ്ട്രാ ഒരു സംഭവം. അതെ, ഒരിക്കല് ഞാൻ ഈ മല്ലിക മറ്റേ മോനോട് സംസാരിക്കുക, രാജുവിനോട് സംസാരിക്കുക. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു മല്ലിക ഇങ്ങനെ. മല്ലിക പറയാ, മോനെ നീ വല്ലതും കഴിച്ചോടാ കുഞ്ഞേ. നമ്മള് വെള്ളാപ്പള്ളിയോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അനുകരിക്കും. ആരെയൊക്കെ ഏറ്റവും ഈ ഷീലാമ്മയുടെ ഏതാണ്ട് വെള്ളാപ്പള്ളി അനുകരിക്കല്ലേ? അപ്പൊ സുരാജ് വഞ്ഞാറമൂടൊക്കെ അവതരിപ്പിക്കുന്ന കേട്ടുള്ളൂ. സുരാജിനോട് പിന്നെ ചോദിച്ചിട്ട് പഠിച്ചതാ. ആണോ? അതെ അതെ. അതായത് ഒരു ദൈവം പറയുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ. അത് ജാതി എന്ന് വന്നാൽ എനിക്കറിയാൻ വയ്യാത്തത്. ഞാൻ സുകുമാരമുള്ള ചേട്ടനോട് ചോദിച്ച് ഞങ്ങളെ ഒരു യോഗം കൂടി ഈ ജാതി അതേപറ്റി ഞാൻ പാടിയൊരു പാട്ട് ഈ ഫ്ലവേഴ്സിൽ ഒരു കുട്ടി പാടി 100 മാർക്ക് വാങ്ങിച്ചു. അത് ഏത് പാട്ട്? അയ്യോ അതേതാ? അറിയാമോ നിങ്ങൾക്കറിയാമോ? ശ്രീകുമാറാണെന്ന് പറയുകയും ചെയ്തു. ശ്രീല ചേച്ചി പാടിയ പാട്ടാണ്. അതൊരു കോമഡി ആണെങ്കിലും ക്ലാസിക്കൽ ടച്ചാ. പ്രിയമതം ആ സിനിമയിലെയാ ആ പാട്ട്. അറിയാമോ നിങ്ങൾക്കറിയാമോ 17 പടി കടന്നാൽ പ്രണയപ്പനി പിടിച്ച പിള്ളേർ കാട്ടിക്കൂട്ടും കുണ്ടാം വണ്ടികൾ അറിയാമോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ട്. ചെറിയ കുട്ടികളൊക്കെ പാടുന്നത് സത്യം വേറൊരു ലോകമല്ലേ ഇത്? അപ്പൊ ചേച്ചി എന്തോ സിനിമാ താരമാകാൻ ആഗ്രഹിച്ച ആളെയല്ല. അത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തെ വേണ്ടാത്തൊരു ബുദ്ധി തോന്നിയതാ. അപ്പൊ ഈ പറഞ്ഞതുപോലെ അയ്യോ പ്രേമമാണ് ദിവ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് അപ്പൊ എന്തായാലും സമ്മതിക്കത്തില്ല ആ ബന്ധം എന്നുള്ളത് നന്നായിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ അങ്ങനെ ആട്ടോ ഒന്നിച്ച് ജീവിക്കാം, ജീവിച്ച് നമുക്ക് പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു. അപ്പൊ ഈ ജോലി ചെയ്ത് പറയുന്നതല്ലാതെ സിനിമയാണെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പക്ഷെ അവിടെ ചെന്നപ്പോ KM നമ്മുടെ നടൻ രവികുമാറിന്റെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത ബന്ധുവാ, ചങ്ങനാശ്ശേരിക്കാരൻ. അപ്പൊ അവിടെ താമസിച്ചു. ഭാരതി മേനോൻ എല്ലാവരെയും അറിയാം. അപ്പൊ അങ്ങനെ താമസിച്ച് ജോലിയുടെ കാര്യം നോക്കി ഇത്രയൊക്കെ പഠിപ്പൊക്കെ ഉണ്ട്, അതാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഈ ഉത്തരാരം എന്നൊരു പടം കോഴിക്കോട് അഭിനയിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്ക് അപ്പോൾ മേനോൻ അങ്കിൾ പറഞ്ഞു, ഒരു മിനിറ്റേ നിനക്ക് അഭിനയിക്കാവോ ഓടി കൊച്ചേ ഓലോ 2 പേര്? ഞാൻ പറഞ്ഞു നോക്കാം, എനിക്ക് ഇവിടുത്തെ വലിയ നടികളെ പോലെ ഒന്നും പറ്റത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ അതുപോലെ ചെയ്യാം. അപ്പോഴാണ് പുരുഷനാലപ്പുഴയുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുപ്പമാണ്. കാർത്തിക വിളക്ക്, റാണിചന്ദ്രൻ, ഞാൻ. ഇതാണ് തുടക്കം. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ചെറുതും വലുതും കൂടുതലും ഈ കൂട്ടുകാരി സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. നല്ലതുപോലെ ജീവിക്കാൻ മാർഗമില്ല. കൊണ്ടുപോയ ഉരുപ്പടിയൊക്കെ പണയത്തിലായി.
ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഓരോരോ വേഷങ്ങൾ വന്നപ്പോൾ ഇച്ചിരി ഇച്ചിരി പൈസയൊക്കെ കിട്ടാൻ തുടങ്ങി. ഇത് കൊള്ളാമല്ലോ, അത്യാവശ്യം വീട് അതെ, ആരോട് ചോദിക്കാതെ വീണ്ടും വാടക കൊടുക്കാം, അങ്ങനെയൊക്കെ ആയി. പിന്നെ 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 നമുക്കറിയാവുന്ന അപ്പം തിക്കുറിശുവ വിളിപ്പിക്കുന്നു. ഈ പറഞ്ഞ പോലെ അടൂർ ഭാസ് സാറൊക്കെ അച്ഛനും ഒക്കെ ആയിട്ട് അടുത്തറിയാവുന്നവരാ. ഇന്ന സ്റ്റുഡിയോയിലുണ്ട്, അരുണാചല സ്റ്റുഡിയോയിലുണ്ട്, അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിക്കുറിശുവ ചെല്ലുമ്പോൾ അവിടെ ഭാസി സാർ അടക്കമുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെ എത്ര കാലം പോകും എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടം. കാരണം തമ്പിച്ചേട്ടൻ്റെ ഭാര്യ രാജി ഞാനിവിടെ വലിയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒന്നിച്ച് പൂജപ്പുര ഒരേ ബെസ്റ്റ് ആവുന്നത്. രാജി ഭയങ്കര സുന്ദരിയായിരുന്നു കാണാനൊക്കെ. അന്ന് ചെറുപ്പത്തിൽ അയ്യോ ആ ചുവപ്പ് സാരി, ചുവന്ന കമ്മല്, ചുവന്ന മാലയൊക്കെ ഇട്ട് അങ്ങനെ ഒരു അടുപ്പത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ വിളിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് വാ, ചേട്ടനൊരു പടം എടുക്കുന്നുണ്ട് ഇപ്പോൾ മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ പോന്നു. അങ്ങനെ തമ്പിച്ചേട്ടൻ അത് ഇവിടെ വേഷമൊന്നുമില്ല, ചേട്ടൻ്റെ രീതി അറിയാമല്ലോ. അതോടെ ഇപ്പൊ വേഷമൊന്നും പറയാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരും. വീട്ടിലെത്തുന്നതിന് മുമ്പേ ഫോൺ വരും, മറ്റന്നാ അങ്ങോട്ട് വാ, ഒരു ചെറിയ വേഷം ഉണ്ടെന്ന് പറയാം. അത്രയേ ഉള്ളൂ ആളിൻ്റെ ബഹളമൊക്കെ. എന്നിലെ കലാകാരിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എന്നെ വിളിച്ചത് KG ജോർജ് സാറാണ്. സ്വപ്നാടനം. പിന്നെ അതിന്റെ മണ്ണ്, സാറിന്റെ എല്ലാ പടവും മണ്ണ്, ഓണപ്പുടവ, സ്വപ്നാടനം, എല്ലാ പടത്തിലും ഞാൻ അഭിനയിക്കുകയും ചെയ്യും. ഒരു പാട്ട് കാണും, ആ പാട്ട് പാടുന്നത് സെൽമയായിരിക്കും. ഇവിടെ ഞാൻ സെൽമ എടുത്ത് പറഞ്ഞു, സെൽമയ്ക്ക് പാടണോ, എനിക്ക് വേഷം എഴുതാൻ അതേ മാർഗമുള്ളൂ അല്ലേ. ആ കാലത്തെ ഈ മുതലേ വളർത്തുന്ന വില്ലന്മാര്, വലിയ കൊള്ളസംഘം കൊണ്ടു കിടക്കുന്ന വില്ലന്മാര്, ഈ KP ഉമ്മർ, ജോസ് പ്രകാശ് അല്ലേ, എന്റെ അതെ, ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. അങ്ങോട്ട് അയച്ചേക്കാം. ഞാൻ മുതലേക്ക് ഇട്ട് കൊടുക്കും. എം.എൻ. നമ്പ്യാര്, ഇവരൊക്കെ പക്ഷേ ശിശു മനസ്സായിരുന്നു കേട്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ നമ്പ്യാർ സാറിനെയൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് MGR അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. അത് പറയാൻ വലിയ അത്ഭുതം. നമ്മൾ അമേരിക്കയിൽ താരാർട്സ് ഉള്ള വിജയനെ അറിയാം. ആദ്യത്തെ മലയാള താരദിശ അവിടെ നടത്തുന്ന അദ്ദേഹമാണ്. അതിൽ പങ്കെടുത്തത് തിക്കുറിശി മാമൻ, ജമിനി ഗണേശൻ, രാജശ്രീ, രാഘവൻ ചേട്ടൻ, ഞാൻ, റാണി ചന്ദ്ര. ജീവിതത്തിൽ മറക്കാത്ത ഒരു കഥയുണ്ട്. അങ്ങനെ ഫൈനൽ റിഹേഴ്സൽ ഇന്ന്. റാണി വൈകിട്ട് വരുന്നു ബോംബെന്ന്. പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പോവുക. അങ്ങനെ റിഹേഴ്സൽ സ്ഥലത്ത് എല്ലാവരും നമ്മുടെ പഴയ ചിത്രരമ നടരാജൻ, പുള്ളിയുടെ പട്ടാഭിഷേകമൊക്കെ എടുത്ത നടരാജൻ, പുള്ളി റിഹേഴ്സൽ പുള്ളി ഓടിക്കരച്ചിട്ട് വരിക. അയ്യോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്താ, ഒന്നുമില്ല, ബോംബെയിൽ നിന്ന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു, പക്ഷേ ആ പ്ലെയിൻ ക്രാഷായി, റാണി അമ്മയും അനിയത്തിമാരും പോയെന്ന്. അയ്യോ സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യും കാലും വിറച്ചൊരു സംഭവമുണ്ട്. പിറ്റേ ദിവസം ഇത് മാറ്റാൻ പറ്റത്തില്ല. കാരണം 5 ഷോ, 5ന്റെ ടിക്കറ്റ്, ആദ്യത്തെ മലയാള ഷോയാണ്. ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട്. അപ്പോൾ തിക്കുറിശി അവനായിട്ട് ആലോചിച്ചു, നമ്മൾ നാളെയല്ലേ പോതേ, മറ്റന്നാൾ അവിടെ ചെന്ന് നമുക്കെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് വേണ്ട രീതിയിലൊക്കെയുള്ളൊരു പ്രാർത്ഥനയോ ഒക്കെ ഒരു സന്ദേശമോ ഒക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാമല്ലോ. അതിപ്പോൾ എന്ത് ചെയ്യും, പാവം വിജയം പെട്ടുപോകല്ല കേസോ ഒക്കെ വന്നാലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. എൻ്റെ പൊന്നെ, ബോംബെയിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് ആ പ്ലെയിൻ കിടന്ന് കത്തുകയാണ്. ആ കത്തിയ പ്ലെയിനിൻ്റെ അത് മാറിയിട്ടില്ല അപ്പോഴും. അയ്യോ, എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു സംഭവം. ആ കിടക്കുന്ന പ്ലെയിനിൽ ഞങ്ങളുടെ റാണി പോയി നമ്മൾ അറിയാണ്. ഞങ്ങളുടെ കൂടെ അമേരിക്കയിൽ വരേണ്ട റാണി. അപ്പൊ അങ്ങനെ ഈ വിജയന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു MGR. അദ്ദേഹം അമ്മ വന്നു. വിജയന്റെ ഭാര്യ ഡോക്ടറാണ് രാധിക. അവരുടെ അമ്മയും കൂടെ നാട്ടിൽ വന്ന പ്രാവശ്യം തിരിച്ചു അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ടുവരണം എന്ന് അദ്ദേഹം MGR പറഞ്ഞു, കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ നേരത്ത് രാധികയും വിജയൻ പറഞ്ഞു, വന്നാട്ടെ ചേച്ചി, വന്നാട്ടെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രാമപുരത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു ഓഫീസാണ്. അയ്യോ, ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് ഈ തൊപ്പി വെക്കാതെ. ഞാൻ ഇങ്ങനെ നോക്കി, അദ്ദേഹം എനിക്ക് ഒരു പരിചയമില്ല. അപ്പോൾ വിജയ പറഞ്ഞത് എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെ ഒരാളാണ്, അത്യാവശ്യം ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നൊക്കെ ഉണ്ട്, വലിയ കാര്യമായിട്ട് സന്തോഷം. മലയാളത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് വിജയന്റെ അമ്മയോടെ സംസാരിച്ചു, പടമൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ കൂടെ കണ്ടത് നമ്മുടെ അംബികാരാധയുടെ ഒരു ARS സ്റ്റുഡിയോ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നല്ലോ അവർക്കില്ലേ, അതിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അവങ്ങളെ ഒരു വാട്ടി പാത്തിരിക്കേ, ഓർമ്മയുണ്ട്, വിജയം കൂടെ ആമാ എവിടെ ഇരിക്കേക്ക്. ഇത് തന്നെ 2 തവണ അങ്ങനെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഞാനൊരു പ്രാവശ്യം കണ്ടു. ഞാൻ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അടുത്തൊരു ഹാളിൽ ഇങ്ങനെ വരുന്നു, ഒരു എന്തോ ഉദ്ഘാടനം എന്തോ ആയിട്ട്. അപ്പൊ ശരി, കാണാനുള്ള ഒരു സന്തോഷം ഇല്ല, ആയിട്ടില്ല, അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പൊ പോയി കാണാനായിട്ട് പോയി. ആ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ചെരുപ്പ് പോയി. അപ്പൊ ഞാൻ കുനിഞ്ഞെൻ്റെ ചെരുപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ്, എഴുന്നില്ലമ്മ
പുള്ളി വിചാരിച്ച ഞാനങ്ങനെ കാലി നമസ്കരിക്കുവാ അത്. പിടിക്കുക അന്ന് എന്തിനമ്മാന്ന് പറഞ്ഞിട്ട് ആ ഒരു കയ്യിലിരുന്ന പൂമാല എടുത്ത് എൻ്റെ കഴുത്തിയിട്ട് തന്നു. ആഹാ. അതൊന്ന് പിന്നെ പിന്നീട് സത്യ സ്റ്റുഡിയോയിൽ ഒരു മലയാള പടം നടക്കുമ്പോൾ അടുത്ത ഫ്ലോറിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അയ്യോ ഞാനും അങ്ങനെ കണ്ടൊരിക്കേ പാട്ട് ജയലളിതയും അവരുടെ കൂടെ അപ്പൊ നമ്മളത് കേട്ടത്തില്ല അപ്പോഴ്. പക്ഷെ അപ്പൊ എന്റെ കൂടെ വയനാളത്തെ പോലെ കമലഹാസനുണ്ട്. അപ്പൊ ഇങ്ങനെ ആരാണ്ടൊക്കെ പറഞ്ഞ് ചട്ട കെട്ടി അതിന്റെ നടയിൽ ചെന്നപ്പോ കാണാൻ എല്ലാം അടച്ചിട്ടിരിക്കുക. അവര് തമ്മിലുള്ള ഏതാണ്ട് വള്ളത്തിന്റെ സെറ്റൊക്കെ ഇട്ടൊരു ലവ് സോങ് റൊമാൻറ്റിക് സോങ് ഒക്കെ കണ്ട. പിന്നെ അത് കഴിഞ്ഞ പറയാ വേട്ട അയ്യോ കാണണ്ടേ ഇപ്പൊ ജയലളിതയെ കണ്ടേ ഞാനും ചോദിച്ചു. രണ്ടാമത്തെ തവണ കണ്ടത് എവിടെ? രണ്ടാമത്തെ തവണ ഇങ്ങനെ വേറൊരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ അദ്ദേഹത്തിന് അടുത്ത ഇതുണ്ടായിരുന്നു. അപ്പോൾ നസീർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ റൂമിൽ കൊണ്ടുപോയി ഇലയൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ തന്നു. ഭയങ്കര ഭക്ഷണം. അല്ല നമ്മളോട് ഇത്രയൊക്കെ ചോദ്യം ചോദിച്ചു. നമുക്കൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതെ, ഞങ്ങളെ പോലുള്ള പഴയ ആൾക്കാരാണോ നല്ലത്, ഇപ്പോഴത്തെ പുതിയ തലമുറയാണോ? നിങ്ങൾ 100 ടൈംസ് ബെറ്റർ. ആണോ? ഒരു കയ്യടി. അല്ല ഇതിനകത്ത് എന്ത് അറിയോ സത്യം. ലതാജി, സംഭവം അറിയോ? ഒന്നത് നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഞാനിപ്പോ യഥാർത്ഥ മീഡിയ 40 കൊല്ലമായി, അതെ 65 വയസ്സ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 40 വയസ്സിനിടയിൽ നമ്മൾ പല തലമുറയും കണ്ടു ഈ മീഡിയയിൽ. അപ്പൊ ഈ കണ്ട സമയത്ത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പുതിയ കാലത്തിൽ. പക്ഷെ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലായി. 70 നിൽക്കുന്ന മമ്മൂട്ടിയെയും 65 എത്തി നിൽക്കുന്ന മോഹൻലാലിനെയൊക്കെ 20 വയസ്സുകാരികളൊക്കെ ചേട്ടാ ഇതൊക്കെ ചേട്ടോ അയ്യോ, അങ്ങനെ അല്ല നീട്ടും. ഞങ്ങളൊക്കെ അന്നത്തേക്കാൾ സാർ ഇന്നും സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ലാലു എന്റെ വീട്ടിലെ ഒരു മോനെ പോലെ ആയതുകൊണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ കയറി മമ്മൂട്ടി എന്ന് അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മൾ തന്മിൽ ആരും ഇല്ലാത്തപ്പോൾ കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കലും വേറൊരാളോട് പറയുമ്പോൾ അയ്യോ അതൊക്കെ മമ്മൂട്ടി സാറൊക്കെ വിചാരിച്ചാ എന്നല്ലാതെ നമുക്ക് നാക്കിൽ വരുത്തില്ല. പിന്നെ കൊച്ചു പിള്ളേർ സംവിധായകർ എൻ്റെ ജീവിതത്തിൽ സെറ്റിൽ ചെന്നാൽ ഞാൻ യെസ് സാർ റെഡി സാർ എന്നല്ല ഞാൻ പറയത്തില്ല. 22 വയസ്സേ ഉള്ളെങ്കിലും അതങ്ങ് ആയി പോവാ. ഞാനും അങ്ങനെയാ. അല്ല പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണല്ലോ അത് നമുക്കങ്ങ് ശീലമായി. അതാ ശീലമായി പോയി. സംവിധായകൻ ആക്ഷൻ പറയുമ്പോൾ അല്ല കണ്ടോ ഓക്കെ സാർ ഇതായിപ്പോയി. കാരണം ചിലപ്പോൾ നമ്മുടെ മകനെ കാട്ടി 15 വയസ്സിലുള്ളതായിരിക്കും, അത് കൊച്ചു പയ്യനായിരിക്കും. എന്തായാലും അങ്ങനെ വരുത്തും. അപ്പോൾ അവർ പറയും അയ്യോ എൻ്റെ പൊന്നമ്മ എന്നെ പേര് വിളിച്ച് നല്ല കുഞ്ഞെ അത് മനഃപൂർവ്വമല്ല അങ്ങനെ ആയി പോകുന്നതാ. ചേച്ചിക്ക് ഈ സന്തോഷിക്കാൻ വകയുണ്ടല്ലോ. ആടുജീവിതത്തില് പൃഥ്വിരാജിന് നല്ല നടനുള്ള അവാർഡ് കിട്ടി അല്ലേ? പൃഥ്വിരാജ് എടുത്ത ഒരു സ്ട്രെയിന് ഒരു അല്ല സത്യം. അപ്പൊ ഇതൊക്കെ ആരാണ്ട് ചോദിച്ചു എന്താ മെലിഞ്ഞാൽ അവാർഡ് കിട്ടുമോ അതുപോലൊക്കെ. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഈ പറയുന്നത്? അത് ആ മെലിഞ്ഞെങ്കിലേ നജീബായിട്ട് ആ കഥാപാത്രമായിട്ട് മാറാനൊക്കത്തുള്ളൂ. അപ്പൊ അത് ആ അഭിനയത്തിന്റെ ഒരു സാധാരണ ഒരു നടനും എടുക്കാത്തൊരു സ്ട്രെയിൻ. എനിക്ക് ഏറ്റവും സങ്കടമെന്നുണ്ടല്ലോ, ഇവൻ ആ ആടുകളുടെ അടുത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടൊരു സീനുണ്ട്. ഞാൻ പോവാ എൻ്റെ വീട്ടില്, എനിക്കും സഹിച്ചില്ല. എൻ്റെ മോൻ ഞാനിവിടെ ഇരിക്കുന്നു, ഇത് സിനിമയാണെന്നും ഒക്കെ നമുക്കറിയാം. എന്നാലും ചെറിയൊരു വിങ്ങൽ എനിക്കും അവിടെ വന്നു. അയ്യോ ഇവർ ഇത്ര എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നത്. അല്ലെ ഒരു മരങ്കരി പെണ്ണായിട്ടായിരുന്നു അറിയപ്പെടുന്നത് അല്ലേ ചെറുപ്പത്തിലൊക്കെ? മാവിന്റെ മണ്ടേ കയറുക. അതല്ല ഞാൻ സിനിമ അങ്ങനല്ല. എന്റെ വല്യമ്മയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, മാങ്ങ പറിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ സിനിമ കണ്ടോണ്ടിരുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ച സിനിമയ്ക്ക് പോകും. വലിയ തെങ്ങിലൊക്കെ കയറുമായിരുന്നു അതോ ചെറിയ? സാധാരണ. അയ്യോ അല്ല ഇപ്പൊ എങ്ങനെ കൈയും കാലും ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ തെങ്ങ് കണ്ട പേടിയാ. ഞാൻ പണ്ട് കുന്നംകുളത്ത് മറ്റേ അവിടെ വൈദ്യശാലയിലൊന്ന് പോയി. ഞാൻ ചെന്നപ്പോഴേ ഏതാണ്ട് ഇത്ര ഞാൻ കണ്ടു. ആ വാർപ്പിനകത്ത് ചേച്ചി എന്തായി കാണിക്കുന്നേ. അപ്പൊ കഷായത്തെ അത് കൊണ്ടിട്ട് ഇതാ കൊണ്ടിട്ട് കഴിയില്ല നീ വൃത്തിയായിട്ട് ഒന്നുകൂടെ കഴിയും. ഭയങ്കര. ഞാൻ ചോദിച്ചു ഇതെപ്പോ എപ്പ പഠിച്ച ചേച്ചി? ഞാൻ ഈ നമ്മൾ തമ്മിൽ ഏഷ്യാനെറ്റ് ചെയ്യുന്ന കാലത്ത് ഏഷ്യാനെറ്റിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു 8-10 നമ്മൾ തമ്മിൽ എടുത്തില്ല. അതിലൊന്ന് ഇദ്ദേഹം മുഖ്യ വേഷത്തിൽ ആടിയത് നമ്മൾ തമ്മിലായിരുന്നു. തലയണ മന്ത്രം എന്നാണ് അതിന്റെ പേര്. അതായത് ഭാര്യ തലയണ മന്ത്രം ഓതി കൊടുക്കുന്ന ഒരു ഹ്യൂമർ ടോപ്പിക് ആയിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ ഭർത്താവ് കാലടി നമ്പൂതിരിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഓഡിയൻസിന്റെ ഇടയിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. അപ്പൊ ഇദ്ദേഹം കത്തി കയറുക കേട്ടോ. ശരിക്കും ആ പ്രോഗ്രാം എറേസ്ഡ് ആയി പോയി. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടമായ ഒരു കാര്യമാണ്. കാരണം പിൽക്കാലത്ത് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അത് അവിടെ കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലത് ഡിലീറ്റ് ആയി പോയി. ഇദ്ദേഹം പറയുന്നത് അറിയോ, ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ ഫാൻ ആരാധകനായിട്ട് ഒരുത്തം വന്ന് എന്നെ പരിചയപ്പെടണം. ഞാൻ 10 പൈസയ്ക്ക് മൈൻഡ് ചെയ്യില്ല, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മൈൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ ചേച്ചി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഇവന്റെ കയ്യിൽ അത്യാവശ്യം കാശുണ്ടെന്ന്. ഞാനങ്ങ് പ്രണയിച്ച് കെട്ടി അങ്ങ് കയറിയെന്നാ അതിനകത്ത് പറഞ്ഞത്. കാരണം ഈ തലയണ മന്ത്രം എന്നുള്ള പ്രോഗ്രാം കണ്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. എന്നിട്ട് പാവം ഞാൻ ആ നമ്പൂതിരി ഒന്ന് നോക്കി. അപ്പൊ അദ്ദേഹം വിഷമിച്ചില്ല. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ചേച്ചി ഭാഗ്യവതി അല്ലേ? ഭയങ്കര സ്നേഹമായിരുന്നു. ചേച്ചിയുടെ കഥയെ പറയാനുള്ളൂ. നമ്മളെ കാണുമ്പോഴും ഫോണിൽ കൂടെ എല്ലാം
സത്യം ശരിക്കും ഈ പക്ഷേ ഞാനിങ്ങനെ അന്നൊക്കെ ആലോചിക്കുമായിരുന്നു, നിങ്ങളിങ്ങനെ ഈ സിനിമാ അഭിനയമൊക്കെ നിർത്തി അവിടെ അല്ല ഞാനും വിചാരിച്ചു ചേച്ചി ഇപ്പൊ ഇതൊക്കെ പോയി കഷായമൊക്കെ എന്തായി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ പോയി. കഴിയുക. അല്ല ഞാൻ അതുകൊണ്ടാണ് പിന്നെ സിനിമയെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇല്ല. എനിക്കൊന്ന് ക്ലാസിക്കൽ ഒരു വീരത്തിയായിരുന്നു അല്ലേ? ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൂടെ സംഗീതം പഠിച്ചു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കാൻ. അതിന് നസീർ സാറാ എന്നെ ബാസ്യറ്റിനെ സഹായിച്ചത്, പരിചയപ്പെടുത്തിയത്. 4 വർഷം പഠിച്ചു. 75-ലായിരുന്നു അരങ്ങേറ്റം. അപ്പൊ അടുത്ത വർഷം പാടിച്ചു നോക്കിയോ ചെന്നപ്പോ? ഇല്ല, കുറച്ച് നാൾ നടത്തി. എത്ര നാൾ നടന്നു? ഒരു 5-6 പ്രാവശ്യം നടന്നു. പിന്നെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചു, പഠിച്ചിട്ടേ ഉള്ളു കാര്യം. അങ്ങനെ സ്വാമി ഒരു പാട്ട് കേൾക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, സിനിമയിൽ പാടാനാണെങ്കിൽ നീ പഠിക്കണ്ട, കച്ചേരിക്കാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. പക്ഷെ ഒരു കാര്യം, എനിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം രാവിലെ 10 മണിക്ക് സ്വാമി വീട്ടിൽ വന്നാൽ 5 മണിക്കേ പോകത്തുള്ളൂ. അതുവരെ പഠിപ്പിക്കില്ല. ഞാൻ 23 വർഷം പാടാതിരുന്നിട്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങിയപ്പോഴും ഇപ്പൊ ആ സ്വാമി പഠിപ്പിച്ചതിന്റെ അതെല്ലാം എന്റെ മനസ്സിലുണ്ട്. 1 വർഷം എടുത്തു ശബ്ദം അതുപോലെ ആക്കാൻ. പിന്നീട് എനിക്കൊന്ന് കച്ചേരി നടത്തിയില്ലേ? ഇപ്പോഴും വീണ്ടും തുടങ്ങിയോ? അയ്യോ അതിന്റെ ഒരു എന്നാലും കിട്ടത്തില്ല. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. അയ്യോ അത് ഞാൻ കേട്ടങ്ങ് രസിച്ചു വരുമായിരുന്നു. അങ്ങനെ രസിക്കണ്ട, അടുത്ത പ്രാവശ്യം വേണ്ട. അവിടെ ഒരു സംഭവം കാണിച്ചു തരാം. പഴയ ഒരു ലവറിന്റെ പടവാ, മല്ലി ചേച്ചിയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ പൊന്നേ, അയ്യോ കാർണിവൽ സിനിമ. കാർണിവലാണോ സിനിമ? അതെ, കാർണിവല്. സുഗേട്ടൻ, ഞാന്, ഇന്ദ്രൻ, സുലു, സുറുബി, മമ്മൂക്ക, നമ്മുടെ ദുൽഖർ, ബാബു ആന്റണി, രാജു, കുഞ്ചൻ. ഓ അത് ശരി. ഓക്കെ ഓക്കെ, നല്ലൊരു പടമാണല്ലോ ഇത്. അയ്യോ അന്ന് ഞങ്ങള് തൃശ്ശൂർ അവിടെ ഗുരുവായൂർ എലൈറ്റ് സൽമാനും ഉണ്ട്. ഉണ്ടതാ, അദ്ദേഹമാണ് മറ്റേ ബാബു അമ്മൂച്ചിയുടെ അടുത്ത് നിൽക്കുന്നത്. ഈ കല്യാണത്തോടെ സിനിമ വിട്ടതാണോ? അതെ. അതെന്താ കരടി നമ്പൂരിക്ക് ടെൻഷനായോ? അല്ല, സിനിമ പോയാൽ പിടിച്ചാ കിട്ടുന്നില്ല. അതുകൊണ്ടല്ല, അത്ര ഒരു നല്ല ജീവിതം തരാൻ ഒരാൾ മുമ്പോട്ട് വന്നപ്പോ നമ്മൾ എന്തിനാ വെറുതെ ഈ സിനിമയും കൊണ്ട് നടക്കുന്നത്? സിനിമ നമുക്കൊരു ഹരമായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഹരമായിരുന്നെങ്കിൽ തന്നെ ഒരുപാട് 240 സിനിമയിൽ അഭിനയിച്ച എല്ലാം കോമഡി ഇതൊക്കെ തന്നെ മതി. ഒന്നാമത് കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തി, അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടാൻ അന്നത്തെ കാലത്ത് സ്വല്പം പ്രയാസം. ഇപ്പോഴും പാടാ. ഇപ്പൊ അങ്ങനെ ഒരു നല്ല വ്യക്തിയെ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു, അദ്ദേഹം കുന്നംകുളത്ത് താമസിക്കും, ഞാൻ മദ്രാസിൽ, വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം, ഇനിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിക്കും. നോക്കാം. 21 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വിനോദയാത്രയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വിനോദയാത്ര സത്യമായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ വരത്തില്ല. കാരണം ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് രണ്ടുപേരും തുല്യ ദുഃഖിതരാ പല കാര്യത്തിലും. അതെല്ലോ അതുപോലെ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അടുപ്പമുണ്ട്. എല്ലാം പറയും. എന്തെങ്കിലും വിഷമുണ്ടെങ്കിലും ചേച്ചിയെ വിളിക്കും, സന്തോഷം ഉണ്ടെങ്കിലും ചേച്ചിയെ വിളിക്കും. കാരണം നമ്മൾ എത്ര നേരം വെറുതെ ഇരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അല്ലേ? സത്യം. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും മക്കളൊക്കെ നല്ല നിലയിലായി, ഒരു പ്രശ്നവും. എന്റെയൊക്കെ UK-ലായി ഇപ്പൊ പിള്ളേരെല്ലാരും. വിദേശ കളി പിന്നെ എടുക്കലാ പഠിക്കാനും. രണ്ടുപേര്. ആ മോൾക്കും ജോലിയുണ്ട്. ഇപ്പൊ മോന് അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, മരുമോള് ഡോക്ടറാണ്, കുഞ്ഞിനെ അവിടെ ചേർത്തു. അപ്പൊ ഒരു പടത്തിൽ നമുക്ക് നോക്കാം ആ ഫാമിലി എങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളു. അയ്യോ ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിക്കും? ഇതൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നല്ലേ ഇതൊക്കെ. അയ്യോടാ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സിനിമ കാണുമ്പോഴേ അന്നത്തെ നമ്മുടെ സ്റ്റാർ പെർഫോമറാ. കാര്യം അടൂർ ബാസി സ്ക്രീനിലേക്ക് വന്നാൽ മറ്റവരെവിടെ പോയി നമ്മൾ അന്വേഷിക്കുമായിരുന്നു. അതല്ലേ? അത് ഞാൻ നാട്ടിൽ ഈ ഷൂട്ടിങ്ങിന് വരുമ്പോ ഞാൻ നടന്നു പോകുമ്പോ ആൾക്കാർ പറയുന്നത്, ദേ അടൂർ ബാസി പോന്നു, അങ്ങനെയാ എന്നെ പറയുന്നേ. അങ്ങനെ നടക്കുമ്പോ ശ്രീലത പോന്നു. ഇന്നൊക്കെ ആണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചു കളയും. അന്നൊന്നും വിളിക്കാൻ ആളില്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്തുമാത്രം നമ്മുടെ കുട്ടേട്ടൻ എന്തോ ചോദിക്കണോ? നമസ്കാരം മല്ലിക ചേച്ചി. നമസ്കാരം. നമസ്കാരം ശ്രീലത ചേച്ചി. നമസ്കാരം. രണ്ടുപേർക്കും സുഖം തന്നെയല്ലേ? സുഖമാണ്. എനിക്ക് മല്ലിക ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. മല്ലിക ചേച്ചിക്ക് കുട്ടിക്കാലത്ത് മല്ലൻ എന്നൊരു പേരുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. മല്ലനോ മാധവനോ? അല്ല, മല്ലൻ. എന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ടിരുന്നത് മല്ലൻ. അതെപ്പോഴും പറയും. ഈ ഇടയ്ക്ക് 2 ചേച്ചിമാരുണ്ട്, മൂത്തത് ചേട്ടൻ ഡോക്ടർ എം. അത് കഴിഞ്ഞ അച്ഛൻ പറയും, ഇവള് ഒരു ആൺകൊച്ചായിട്ട് ജനിക്കേണ്ടതായിരുന്നു, ശകലം മാറിപ്പോയി. അപ്പൊ എന്റെ അമ്മയെ അത് സപ്പോർട്ട് ചെയ്യും. ശരിയാ, ഒരു ഫോൺ കൈ കൊടുത്താൽ മതി, അവള് ലോകം ഭരിക്കുമെന്ന്. അപ്പൊ അങ്ങനെ വന്ന് അച്ഛൻ എടാമല്ല എന്നാ വിളിക്കുന്നത്. മല്ലനെന്നല്ലാതെ എന്നെ വിളിച്ചിട്ടേ ഇല്ല.
അങ്ങനെ അങ്ങനെ വരുന്നവരൊക്കെ ആരാ മല്ലൻ എന്നൊക്കെ വീട്ടിൽ ചോദിക്കാൻ തുടങ്ങി. എൻ്റെ ഇളയ ആര് മല്ലികയോ, അയ്യോ നല്ല പേര് എന്ന് പറഞ്ഞ് വരുന്നവരും അവസാനം മല്ലാതായി. അങ്ങനെ ഒരു കുറേ കാലം പേരുണ്ടായിരുന്നു വളരെ അല്ലേ? സത്യമായി മാത്രമല്ല എനിക്കൊന്ന് ചേച്ചിയുടെ ഈ വീട്ടിൽ വളർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സഹോദരൻ ഡോക്ടർ എം വി പിള്ളയ്ക്കും അത്യാവശ്യം കോമഡി പറയാനുള്ള ഒരു സംഭവം. അയ്യോ ശരി. പുള്ളിയുടെ ചില വല്ലപ്പോഴും പുള്ളിയുടെ പ്രഭാഷണമൊക്കെ കേരളത്തിൽ നമ്മൾ കേൾക്കാറുള്ളൂ. അല്ല, നല്ലോണം പറയുന്നുണ്ടോ? നല്ല അയ്യോ, ഞാൻ ഡോക്ടർ ജ്യോതിദേവിന്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം നടത്തിയ ഒരു മനോഹരമായ പ്രസംഗം കേട്ടു. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചെയ്തതിൽ ഏറ്റവും നല്ല പ്രസംഗം അതായിരുന്നു. ഇതിനകത്ത് ഒരു പരിഹാസമൊക്കെ ഒളിപ്പിച്ചു വെച്ചാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു ഫോട്ടോ അയച്ചു എനിക്ക്. ഗുരുവായൂർ അമ്പലത്തിൽ ഇതുപോലെ വലിയൊരു ആനയുടെ പ്രതിമയുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് ചേട്ടനും ചേച്ചി കുട്ടിക്കുന്ന ഒരു പടം. വലതുവശത്ത് കേരളത്തിൽ നിന്നും കിട്ടിയ പിടിയാന, ഇടതുവശത്ത് ഗുരുവായൂരിൽ കണ്ട പിടിയാന. ഞാൻ പറഞ്ഞു ചേച്ചി കേൾക്കണ്ട. നമ്മുടെ വില്ലന്മാരുമായിട്ടുള്ള സൗഹൃദം പറഞ്ഞില്ലല്ലോ. മുതലേ കിട്ടുകൊടുക്കും എന്ന് പറഞ്ഞ് ജോസ് പ്രകാശ് അവരൊക്കെ ഉൾപ്പെടെയുള്ള വളരെ നല്ലവരായിരുന്നു. സിനിമയിലെ വില്ലന്മാരൊക്കെ വളരെ നല്ലവരായിരുന്നു അല്ലേ? പക്ഷെ അവര് ആൾക്കാർക്ക് പേടിയായിരുന്നു. കാര്യം ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഓരോ നടന്റെയും നമ്മുടെ ബയോഡേറ്റ എടുത്തു 150 ബലാത്സംഗം. അല്ല, ശരിക്കും ജയിക്കാനാ ജനിച്ചല്ലേ ജയൻ. പക്ഷെ ആ ജയന്റെ വരവൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. ചേച്ചി ചാടി വീടൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ചേച്ചി പറഞ്ഞല്ലേ കഴിയുമ്പോഴത്തേക്കും സോറി ചേച്ചി, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വേദന എടുത്തായിരുന്നു തട്ടിയപ്പോഴത്തൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒരു പ്രശ്നമില്ല. പക്ഷെ മരുന്ന് കണ്ടാൽ നമ്മളും പേടിച്ചു. ഇതോടുകൂടി നമ്മൾ അന്ത്യമായിരിക്കും ഭഗവാനെ എന്നൊക്കെ തോന്നും. അത്രേ ഉള്ളൂ. ഒരു തെറ്റും ഒരു വേണ്ടാത്ത വർത്തമാനമോ ഇല്ല. ബാലകേനാരുടെ ഒരു ഇത് മറ്റേ കലിക എന്നുള്ള സിനിമയില് അത് ഈ ബാലകേനാർക്കുള്ള ഒരു സ്വഭാവം ചിലർക്കുണ്ടോ എന്ന് വെച്ചാല് ഒരാളെ അടിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പിടിച്ചു വലിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്ത് കളയും. അപ്പൊ ഷീലാമ്മ ഇങ്ങനെ പിടിച്ചു വലിച്ചു എന്തോ ഒരു റേപ്സ് എന്തോ ആണ്. അങ്ങനെ പൊട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഷീലാമ്മ. എന്നെ വിടൂ. അവിടെ പോയിരുന്നു ഷീലാമ്മ. അപ്പൊ മാലങ്കി നായരെ, ഓ എന്തൊരു പിടുത്തമായത്. സുമാരൻ ചേട്ടൻ ഇല്ലാതായപ്പോ ശരിക്കും ചേച്ചി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കയറി. ആ കാലമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം വലിയ കാര്യമായിട്ടൊന്നും പൈസ ഇല്ല, എവിടേക്ക് കുറെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് എന്നല്ലാതെ. എന്നാലും സെയിം അനുഭവമാണ് എനിക്ക്. പണ്ട് കുട്ടികളെ പെട്ടെന്ന് അങ്ങ് പോയി. പിള്ളേര് പഠിക്കുന്നു. അതും ആൺകുട്ടികള്. എന്റെ ഇന്ദ്രനെ സംബന്ധിച്ച് അവന് 16 വയസ്സ് കഴിഞ്ഞു. രാജുവിനെ സംബന്ധിച്ച് 17 കഴിഞ്ഞു ഇന്ദ്രൻ. രാജു 15ലേക്ക് കയറുന്നു. പ്രായവും വല്ലാത്ത പ്രായവും കൂടെ. എന്താ ചോദിച്ചോണ്ട് കീഴി തൊട്ട് മാറത്തുമില്ല. അയ്യോ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്നൊക്കെ. പിന്നെ അവിടെ നിന്നൊക്കെ ദൈവം ഇത്രത്തോളം ചേച്ചിക്ക് വളരെ അഭിമാനത്തോടെ അല്ലെ അവരെ കുറിച്ച് ഓർക്കാം അല്ലേ ഇടയ്ക്കിടയ്ക്ക്. ചേച്ചിയുടെ ഒരു ഫാമിലി ഫോട്ടോ നമ്മള് വളരെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരിടത്തുനിന്ന്. പ്ലേ. അയ്യോ അത് ഇത് ഒരാള് വരച്ചു തന്നതാണ് കേട്ടോ. ശരി, സുഖേട്ടനെ കൂടി ഇരുത്തി അലങ്കൃത സുഖേട്ടന്റെ മടിയില് അവളെ കൂടെ അതിനകത്ത് പിടിച്ചിരുത്തി. ഞാൻ എപ്പോഴും വിചാരിക്കും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും എല്ലാം കൂടെ ഒരു ഊരക്കീഴി ഇരുന്നേനെ. ഇപ്പൊ ഇത് AI വെച്ചിട്ടുള്ള പടം. AI പ്രണയ നായികയായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയോ പ്രേം നസീറിനൊപ്പം? അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട നായകൻ? അതെ, അത് കിട്ടിയായിരുന്നു. ഒരു സിനിമ അഭിനയിച്ചു. മരം ചുറ്റി നടക്കാൻ പറ്റിയോ? ഒരു പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയൊരു ഭാഗ്യം. ഞാനും ഒരുപാട് പേരുടെ കൂടെ സോമേട്ടൻ, പിന്നെ സുഖേട്ടൻ, നസീർ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. അഭിമാനത്തിന് പാട്ടൊക്കെ വെച്ച് പിന്നെ അയ്യോ RS പ്രഭു സാറിന്റെ അഭിമാനം. അതായത് സാർ അങ്ങനെ ഒരു ഫ്ലേർട്ടിംഗ് ക്യാരക്ടറാ. ശാരദയാണ് ഹീറോ. മമ്മൂട്ടിയുടെ പുതിയ കുട്ടേട്ടൻ പോലെയാണ്. അങ്ങനെ ഏതാണ്ട് ശാരദ നായിക. അപ്പൊ ഇങ്ങനെ ഇയാള് നേരെ വിളിച്ചിറങ്ങി ഏതെങ്കിലും പെമ്പിള്ളാരുമായിട്ട് കറങ്ങൽ ജോലി അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ വന്നപ്പോ കാണാൻ ഞാനും നസീർ സാറും കൂടെ ആണ് കൊഞ്ചലൊക്കെ. ഞാൻ വിചാരിക്കുകയും ചെയ്തു അയ്യോ ഭഗവാന് ഈശ്വര സാറ് പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. സാറ് ഭയങ്കര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് നമുക്ക് അത്രയും സാറിന്റെ മുഖത്തോട്ടൊക്കെ വരുന്നില്ല. പക്ഷെ സാറ് നല്ല കൃത്യം ആ കൊഞ്ചലും ചിരിയും അതല്ല പ്രൊഡ്യൂസർമാരോടൊക്കെ വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ല അത് കാര്യമുണ്ട്. പ്രൊഡ്യൂസർമാരും അതുപോലെ. ഞങ്ങളൊക്കെ 7-7:15 സെറ്റ് ചെല്ലുമ്പോൾ മഞ്ഞലാസ് ജോസഫ് സാറ്, ടി വാസവൻ സാറ്, RS പ്രഭു സാർ എല്ലാവരും 7 മണിന്നല്ലേ പറഞ്ഞത്. 15 മിനിറ്റ് ലേറ്റായി അല്ലേ. അയ്യോ അപ്പോഴേ മുട്ട് പറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ അവരാദ്യം വന്ന് സെറ്റിലിരിക്കും. ആരാ ലേറ്റ് ആയിട്ട് വന്നത്, ആര് കറക്റ്റ് ആയിട്ട് വന്നു. അത്രയും ചിട്ടയോടുകൂടിയായിരുന്നു അന്ന് പ്രൊഡക്ഷൻ. നേരത്തെ ചെന്നാല പ്രശ്നമാവുന്നു. അതാണ് പ്രശ്നം. മാത്രമല്ല ഈ ഷൂട്ടിംഗ് ഒക്കെ തന്നെ ഇപ്പൊ ഒരു വേറൊരു ലെവലായി കഴിഞ്ഞു. അതിന് എനിക്കൊന്ന് കാലത്തിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. സ്വാഭാവികമായിട്ടും കുറെ മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും. എനിക്ക് താങ്കൾ ഒരു ശിവാജി ഗണേശൻ ഫാൻ ആയിരുന്നു കേട്ടിട്ടുണ്ട്. അതല്ലേ? അഭിനയിക്കാൻ പറ്റിയോ? ഞങ്ങൾ എല്ലാരും അതെ. ഞാൻ ശിവാജി ഗണേശൻ ഇവിടെ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഒക്കെ കാണും. മയക്കമെന്ന്
இந்த മൗനമെന്ന മണിമാളികை പറക്കാൻ വീട്ടിലോ പറ്റുമോ? തങ്കപ്പതക്കും അയ്യോ തങ്കപ്പതൊക്കെ ഞാനത് അലഞ്ഞോണം വസന്തമാളിക അതെല്ലാം ഞാൻ ആദ്യം മദ്രാസ് ചെന്ന് കാണുന്ന അദ്ദേഹത്തിന്റെ ഒരു പടം തില്ലാന മോഹന. ഇല്ലാന, സത്യം. അത് അതെന്താനാ? അതെ അതെ, അതൊരു നമുക്കൊരു അതിന് ശേഷം അദ്ദേഹം ഭയങ്കര ആരാധനയായി പോയി. അതിൽ എങ്ങനെ ഡാൻസ് ഇല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്, ഒരു നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടുണ്ട് ആ, ചേച്ചി അദ്ദേഹം പരിചയമുണ്ടായിരുന്നു? വെറുതെ അല്ല പ്രഭുവായിട്ട് സുഖമായിട്ട് നല്ല പരിചയം. അപ്പൊ അങ്ങനെ കണ്ടതാണ്. പിന്നെ പിന്നെ അദ്ദേഹം ചുമ്മാ ഇരിക്കുമ്പോൾ ശിഖരുണ്ടോ വാങ്ങോ അങ്ങനെയല്ലേ? അയ്യോ ഒരു Action ചെറിയ ഉണ്ട്. കുലുക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഓ ഇതുപോലൊക്കെയുള്ള വല്ലാത്ത ആക്ടറായിരുന്നു അല്ലേ? ഭയങ്കര actor. രജനീകാന്തും കമലഹാസനും ഒരു മലയാള സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ. ഉണ്ട്. ആ സിനിമയിൽ അഭിനയിച്ചു. അഭിനയിച്ചു. നായികയായോ? നായികയല്ല, അലാവുദ്ദീനും അത്ഭുത വിളക്കും വന്ന അത്ഭുത സിനിമ വിളക്ക്. അല്ലേ? അതെ. കുറെ ആൾക്കാരോട് അഭിനയിച്ച് തള്ളിയിട്ടുണ്ട് കേട്ടോ. സംഭവം സകല പടത്തിലും ഉണ്ടായിരുന്നത് പതില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്നത്. അതെ. 12 വർഷം അഭിനയിച്ചുള്ളൂ. ആ. ഒരു 240 സിനിമ അഭിനയിച്ചു. ഒരു വർഷത്തിൽ 30 പടമൊക്കെ അഭിനയിച്ചു. എന്റെ അമ്മു അതിൽ കൂടുതൽ അണ്ടർപാസ് ആയിട്ടായിരിക്കും കോമ്പിനേഷൻ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ സുഖേട്ടന്റെ റെക്കോർഡ് ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. 43 പടം ഒരു വർഷം. ആ രാവിലെ പകല് മദാലസ കോഴിക്കോട്, രാത്രി KP കുമാരന്റെ തേൻതുള്ളി വടകര, അത് കഴിഞ്ഞ് സത്രത്തിലൊരു രാത്രി, ഇങ്ങനെ 2-3 പടങ്ങളൊക്കെയാ ഒരു ദിവസം. മാത്രമല്ല ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ആള് പുള്ളി ഉള്ളായിരുന്നു. ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ കോളേജ് അധ്യാപകൻ. കോളേജ് അധ്യാപകനല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തലശ്ശേരി പ്രസിഡന്റ് കോളേജ്, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് ഒക്കെ വർക്ക് ചെയ്ത ആളല്ലയോ. ഈ കല്യാണം കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു തോന്നുന്നു. അല്ല, ഒരു ഭയം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കായി പോകുന്നു. കാരണം അതല്ല, മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് ഒരു പേടി. അല്ല, ചേച്ചിയോടുള്ള ഏറ്റവും വലിയ ബഹുമാനം, ചേച്ചി ഒരുപാട് ചുമതലകൾ സ്വയം ഏറ്റെടുത്ത ആളാ. അനിയന്മാരെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നു. അമ്മയെ നല്ല പൊന്നുപോലെ നോക്കി. സകല കുടുംബത്തിലുള്ള എല്ലാവരുടെയും കാര്യം എല്ലാം കരപറ്റി. അല്ലാതെ നമ്മൾ തറ പറ്റിയോ? ഇല്ല ഇല്ല. ഇല്ല. അതാണ് അതിനുമ്പ് രക്ഷപ്പെട്ടു. നമ്മളിവിടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ. ആ, താങ്കൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഹാപ്പി അല്ലേ? എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇപ്പോഴും ഹാപ്പി അല്ലേ? ഇപ്പം നമ്മള് മീഡിയയില് 40 വർഷമായി. അതെ. ഈ 40 കൊല്ലത്തിന്റെ ഓട്ടം തുടങ്ങുമ്പോഴായിരുന്നു നമ്മൾ 24 വാർത്താ ചാനൽ ഇറക്കി. അതെ. ഈ വാർത്താ ചാനൽ എന്ന് പറഞ്ഞാല് ഓരോ മിനിറ്റിലും മത്സരമാണ്. നമുക്കിപ്പോ ഒരു ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത് നല്ലപോലെ എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ ഇട്ട്, ഇപ്പൊ മല്ലിക ചേച്ചി കരയാൻ ഇത്തിരി താമസിച്ചു ഒരു വയലിനൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കി അങ്ങ് കൊടുത്താൽ മതി. ഇതങ്ങനെ അല്ലല്ലോ, ഓരോ മിനിറ്റിലും മത്സരമാണ്. അതും കഴുത്തറപ്പൻ മത്സരമാണ്. ഞാൻ ഇന്ന് ഒരു കേരളത്തിലെ മീഡിയ അക്കാദമിയിലെ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിക്കുന്നതിൽ ആദ്യം നിങ്ങൾ നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കാണണം. ഡോക്ടർ എം ഇ പിള്ളയെ പോലെ നല്ല വിദഗ്ധനായ ഒരാളെ കാണണം. കണ്ട് ഹൃദ്രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ചത്തുപോകും കുഞ്ഞുങ്ങളെ. അത് ശരി. കാര്യം അറ്റാക്ക് വന്ന് ചത്തു. ഈ 65 വയസ്സിൽ നമ്മൾ ഓടുമ്പോൾ 65 വയസ്സിന് താങ്ങാൻ പറ്റാത്ത 65 ഇവിടെ എത്രയായി? 75 ആവാൻ പോകുന്നു. 10 ഉണ്ടുള്ളൂ കൂടുതൽ. നവംബർ 4-ാം തീയതി 70 വയസ്സ്. 70 വയസ്സും ഇത് 75 നിങ്ങളല്ലേ? കൊച്ചനിയനാ പോയക്കടെ. അല്ല, ഇത് 75 കണ്ടാ പറയത്തില്ല. എവിടെ പറഞ്ഞു 45? സോ ബ്യൂട്ടിഫുൾ. മണിയപിള്ള രാജു പറയുന്നത് നിങ്ങൾ കൂടെ കൂടെ ഈ വയസ്സ് പറയലേ പബ്ലിക്കായിട്ട്. ഞാൻ 48 പറയാൻ നടക്കുന്നത്. നമ്മൾ ഒരേ ക്ലാസ്. വലിയ ചേച്ചിക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഇത് വീട്ടിലെ അച്ഛൻ എന്തോ അടിക്കാൻ ഓടിച്ചപ്പോഴാണ് 100 മീറ്റർ ഓട്ടത്തിന് മത്സരിച്ചാൽ ജയിക്കുമെന്ന് മനസ്സിലായ ആളാന്നാ പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടമായി കേട്ടോ. ഇപ്പൊ വേണമല്ലോ 100 മീറ്റർ ഓടും. എങ്ങനെയായിരുന്നു വീട്ടിലൊക്കെ? വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടില്? പട്ടാളക്കാരനല്ലേ. ആ, അപ്പൊ എന്തോ ഒരു കാരണത്തിന് എന്നെ ഇട്ട് ഓടിച്ചടിക്കാനിട്ട് വടിയായിട്ട് ഞാൻ അവിടുന്ന് ഒരു ആ കവല വരെ ഓടി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് തിരിഞ്ഞോടി പിടി കിട്ടിയില്ല. പിന്നെ അമ്മയാരെ പിടിച്ചോടി. അന്ന് തീരുമാനിച്ച് എനിക്ക് സ്പോർട്സ് പറ്റുമെന്ന് മനസ്സിലായി. വല്ല സ്പോർട്സുകാർ പിള്ളേർ വല്ലതും അന്ന് കുട്ടിക്കാലത്ത് പ്രണയിക്കാൻ വല്ലതും വന്നോ? ആ, പ്രണയിക്കാനൊക്കെ വന്നു. എന്നിട്ട് അങ്ങോട്ടൊരു പ്രണയം. നമുക്ക് കഷായം കിടക്കുകയല്ലേ നമുക്ക് കഷായ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ പറഞ്ഞിട്ട് രക്ഷയില്ല. ഏതൊരു പ്രണയലേഖനം എഴുതിയ ഒരാളുണ്ടായിരുന്നു, അയാൾ കൂടെ നടന്ന് പ്രണയിച്ചു. ഗുരുവായൂരല്ലേ? ഗുരുവായൂർ വെച്ച് പിടിച്ചു. എന്തുവായിരുന്നു അവന്റെ പ്രശ്നം? അല്ല, വെറുതെ ചുമ്മാ എഴുത്തയക്കുക. അത് മൊത്തം തെറിയായിരുന്നു. ആ, കുറെ തെറിയായിരുന്നു. കുന്നംകുളത്തുള്ള വീട്ടിൽ വെച്ച്. അപ്പൊ എനിക്കൊരു സംശയം, ഞങ്ങൾ തൊഴാൻ പോകുമ്പോൾ ഇവൻ ഭയങ്കര അടുത്ത് കൂടിയിട്ട് ഭയങ്കര കാര്യമൊക്കെ ആയിട്ട് എനിക്കൊരു ചെറിയ സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഇവനെ ഒന്ന് നോക്കിക്കോ. പുള്ളി അങ്ങോട്ട് മാറ്റി നിർത്തി 2 പൊട്ടിച്ചു. അതോടെയെല്ലാം വിളി വന്നു. അടിച്ചോ? നമ്മളെന്നെ അടിച്ചോ? ഞാനല്ല, അദ്ദേഹം അടിച്ചു. ഞങ്ങൾ ഒരിക്കൽ സിനിമ കാണാൻ പോയി. ഒരിക്കലും ഞങ്ങൾ എല്ലാ ആഴ്ച സിനിമ കാണാൻ പോകും. അപ്പൊ ആ പ്രാവശ്യം സിനിമ കാണുമ്പോൾ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോവുക പുള്ളിയെ. ഇന്നെനിക്ക് കണ്ടു. അപ്പൊ പുള്ളി നാളെ അല്ലല്ല, ഇന്ന് തന്നെ പോണം. ഞാനുണ്ട്, മകനുണ്ട്, ഇദ്ദേഹമുണ്ട്. ഞാനിങ്ങനെ അറ്റത്ത്, മകനിപ്പുറത്ത്, ഇദ്ദേഹം അപ്പുറത്ത് ഇരിക്കുന്നു. അപ്പൊ വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ പുറകിൽ എന്തോ
ഒരു എന്തോ എഴയുന്ന തോന്നുന്നു, പോലെ എഴയുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് നീയിരുന്നു. അത് 2-3 പ്രാവശ്യം അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അങ്ങോട്ട് നീരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം തോണ്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് എൻ്റെ ചെരുപ്പെടുത്ത് അടിയോടടി അടിച്ച് എന്റെ അമ്മോ ആ വാതലിന്റെ കൂടെ ഇട്ടു. അപ്പൊ പുള്ളി വെച്ച് എന്താ ഇല്ലില്ല എല്ലാം കഴിഞ്ഞു. ഞാൻ deal ചെയ്തു. എല്ലാം കഴിഞ്ഞു. അയ്യോ. അതിന്റെ ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ട്. ആ. അതായത് കാറിൽ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പം ഞാൻ നിർബന്ധിച്ചാണല്ലോ കൊണ്ടുപോയത്. ആ, അപ്പൊ പുള്ളി പറയാ എന്നോടുള്ള ദേഷ്യം നീ അവനോട് തീർത്തും. അത്രേ ഉള്ളൂ. മലയ ചേച്ചി ഈ അഭിനയത്തിൽ നിന്ന് മാറിയുന്നോ കുറെ കാലം? ആ. അതെനിക്കൊന്ന് ഈ പിള്ളേരൊക്കെ വളർന്നതിന് ശേഷമാണോ? തീർച്ചയായിട്ടും അതെ. അയ്യോ, എത്ര വർഷം? സുഖേട്ടൻ പോയി അല്ല, ചേച്ചി ഇങ്ങനെ മാറിക്കാൻ പറ്റി? കാര്യം കുറെ കാലം ചെയ്ത പണിയാണ്. അല്ല അതല്ല, അപ്പോഴേ ഈ പിള്ളേർ ഒരുമാതിരി ഡള്ളാവാൻ തുടങ്ങി. സത്യം പറഞ്ഞാല് ഈശ്വര എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചത് മക്കളുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കണം, എവിടെ കൊണ്ടിട്ടാലും 4 കാലം നിൽക്കണം, പഠിത്തം എങ്ങനെയായിട്ട് ശ്രദ്ധിക്കണം, പുസ്തകം വായിക്കണം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം. അപ്പം അങ്ങനെ ഞാൻ പറയില്ല പോലെ ഒന്നുമില്ല അമ്മ പഴയതിട്ട് ഇവരും ഒരുമാതിരി ഡള്ളാവുക പലയിടത്തും. ഞാൻ വിചാരിച്ചു ഈശ്വര ഇതാണല്ലോ ഞാൻ കാണിക്കുന്ന മഹാഭാവം എന്ന് വിചാരിച്ച് പിന്നെ ഞാനങ്ങ് സ്വയം മാറുമായിരുന്നു. അങ്ങനെ മാറി പഴയതുപോലെ മക്കൾക്ക് ഇച്ചിരി ഒരു ഉത്സാഹവും അതും ഇതൊക്കെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയൽ KK രാജീവ്. അതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ, ഭാരതി, ഞങ്ങൾ 3 പേരും സിനിമ എന്ന് സീരിയലിലോട്ട് വരിക. അതൊരു സിനിമയായിരുന്നു, സിനിമ പോലെ. അപ്പം അങ്ങനെ വന്നപ്പോൾ വിളിച്ചപ്പോൾ മക്കൾ രണ്ടുപേരും കണ്ടോമേ അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ജോലിയാണ്. ചെന്നപ്പോൾ ഒരു സിനിമ സെറ്റ് ചെന്ന ഫീലാണ്. കാരണം ഒരു ഭാഗത്ത് ഭാരതി, ഒരു ഭാഗത്ത് തിലകൻ ചേട്ടൻ്റെ വർത്താനം, ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. കൂട്ടത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ജയഭാരതിയുടെ മകളായിട്ട് അഭിനയിച്ച ഒരു പെണ്ണ് എന്നെ വിളിക്കാൻ വരുന്ന ഇന്ദ്രയത്ത് കൂടെ അവിടെ ഇരിക്കുക. ആരെ? പൂർണിമ. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ അതിൽ തുടങ്ങി. അതെ, അങ്ങനെ. അപ്പൊ ഞാൻ പറയും, ഞാനിപ്പോ പല ഇന്റർവ്യൂവിൽ പറഞ്ഞു അങ്ങനെ പെയ്തൊഴിയാതെ പൂർണിമ ഞങ്ങളുടെ വീട്ടിലോട്ട്. അങ്ങനെ ഏതായാലും അവിടെയാണ് തുടക്കം. മരുമക്കളുമായിട്ടൊക്കെ നല്ല ലോഹിത തന്നെ പോവാണ്. ഒരു ലോഹ്യക്കുറവില്ല. ഞാനെന്താ പറയാ, കൂടുതലാണ് കൊട്ടത്തില്ല, ഒട്ടിയാലാ കുഴപ്പം. സത്യം. ഒട്ടുമ്പോൾ അവർ വല്ലതൊക്കെ വിളിച്ചിട്ട് വന്നില്ല, അല്ലെങ്കിൽ സങ്കടം. അപ്പൊ എനിക്കറിയാം രണ്ടുപേരുടെ നിരക്ക്. ഒരാൾ പ്രൊഡക്ഷൻ, മറ്റേത് മറിച്ചത് രാജുവിന്റെ കംപ്ലീറ്റ് PR വർക്ക് സുപ്രിയ. ഇപ്പുറത്ത് പൂർണിമയുടെ പ്രാണ. അതെ, ഇപ്പുറത്ത് പൂർണിമ പ്രാണയുടെ ബൊട്ടിക്കൊണ്ട് മക്കളുടെ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഇപ്പൊ തെലുങ്ക് ഹിന്ദിയിലെ ഒരു വലിയ വെബ് സീരീസ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു. അത് ഇന്ദ്രന് ഇപ്പൊ തെലുങ്കും തമിഴും അതും ഇത്. അപ്പൊ ഞാൻ അങ്ങനെ ഉപദ്രവിക്കത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ തേവരെ അതെ അങ്ങനെ അഭിനയിക്കുന്നു, വരുന്നു, നാളെ മക്കളെ വല്ലതും കഴിക്കാൻ, എന്തോ അഭയം കഴിക്കാൻ, എന്തോ വേണം നിങ്ങൾക്ക്, ഇടിയപ്പം ഉണ്ടാകാം, ചിക്കൻ, ഇതൊക്കെ അവരൊരു മെനു പറയും. അതൊക്കെ ഉണ്ടാക്കി നല്ല സന്തോഷമായിട്ട് കഴിക്കും. ഉറങ്ങണ്ട പറയും. ശ്രീലത ചേച്ചി, ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചേച്ചിക്ക് 2 മൊബൈൽ ഫോണുണ്ട്. അതിൽ ഒരു മൊബൈൽ ഫോണിൽ സ്ഥിരമായിട്ട് മാട്രിമോണിയിൽ നിന്നാണ് കോള് വരുന്നതെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. പുതിയ കല്യാണമല്ലോ സ്ഥിരമായിട്ട്. സത്യമാണ്, ശരിയാ കുട്ടേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു മാട്രിമോണി. അതെ, പിന്നല്ലാതെ. അപ്പൊ ചേച്ചിയുടെ എന്തുവാ ചോദിക്കുന്നത്? അല്ല, ഇങ്ങനെ മാട്രിമോണിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കാൻ. എന്റെ നമ്പറോട് ചേച്ചി നമുക്ക് നോക്കാം അല്ലേ? ബാക്കി എത്ര പേര് നാട്ടിലുണ്ടല്ലേ? ശ്രീരാജ് ചേച്ചി പാട്ടായിരിക്കും കച്ചേരിയോടെ പ്രേമമുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് പാടുന്ന ആൾക്കാർക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. അതുപോലെ കച്ചേരി അല്ല കർണാട്ടിക് മ്യൂസിക്കിനോടൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും കൊടുത്താൽ ചിലപ്പം ചില പാട്ട് കളവന്മാരായിരിക്കും. ചിലപ്പോൾ 94 വേണമെങ്കിൽ ഇപ്പം ഒരു പൈസയും ചെലവില്ലാതെ ഒരു ആപ്ലിക്കേഷൻ വിളിച്ചേക്കാം. എന്തിനാത്? പ്രോപ്പർ കക്ഷികളിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. ഞാനിപ്പോ നന്നായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഒരു ടെൻഷൻ. കുന്നംകുളത്ത് കഷായ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കാലത്തെ ജീവിതത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മുടെ സിനിമയിലുള്ള തമാശയൊക്കെ പോയോ? ഇല്ലില്ല, കാരണം തമാശയൊക്കെ കേൾക്കും. അതെ അതെ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ യാത്രയൊക്കെ ചെയ്യും. ചേച്ചി എന്ത് കൃത്യമായിട്ട് പഠിച്ചതറിയോ? കാണാതെ പറയാം. ഇപ്പോഴും ഞാൻ മാസത്തില് ഒരു 4 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കും. അങ്ങനെ ഒരു ആയുർവേദത്തിലോട്ട് പോയി നമുക്കൊരു ആരോഗ്യത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലായി. ആയുർവേദം നന്നായിട്ട് പഠിച്ചു. ആയുസ് ബലം ഇങ്ങനെയാ പോകുന്നത്. 75 ഒരു 40-45 അതെ. ഒന്ന് കൊടുക്കുന്ന ഇത് ഒന്ന് മനുഷ്യന് രക്ഷപ്പെട്ടു അല്ലേ? ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ കുട്ടേട്ടാ. മല്ലിക ചേച്ചി, ചേച്ചിക്ക് ഒരു പ്രത്യേകതരം പായസം ഉണ്ടാക്കാൻ അറിയാമെന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അറിയാം.
പിങ്ക് നിറത്തിലുള്ള പാൽ പായസം. കറക്റ്റ്, അത് വലിയ പ്രസിദ്ധമായതാ എന്റെ കുട്ടേട്ടാ. ഞാൻ എങ്ങനെയാണത്? ഈ അമ്പലപ്പുഴ പാൽപ്പായസം പിങ്ക് കളറിലിരിക്കുന്നത് സാധാരണ ഒരു 1.5 മണിക്കൂർ പാലിട്ട് ഇളക്കി വറ്റിച്ച് ചോപ്പിച്ച് ഇത് 35 മിനിറ്റ് കൊണ്ട് പ്രഷർ കുക്കറിൽ ഞാൻ ഉണ്ടാക്കി. അത് ഭയങ്കരമായിട്ട് ഒരു മാധ്യമങ്ങൾ വഴിയൊക്കെ പരസ്യമായി, ചാനൽ വഴിയൊക്കെ അത് വൈറലായി. അത് തന്നെ. വൈറലായി. ഇപ്പോഴത്തെ അയ്യോ, കാലത്ത്. ചാണ്ടികർന്ന് റാൻബാക്സിയുടെ ബാനേര് എനിക്കിപ്പോഴും അതാ ആദ്യത്തെ ഓർമ്മ. എൻ്റെ ചേച്ചി 1.5-2 മണിക്കൂർ ഇട്ട് ഇളക്കി തോളും കയ്യും ഒക്കെ ഇളകിക്കൊണ്ടിരുന്നിട്ട് ഞാനിപ്പോൾ ആണ്ടിലൊരിക്കലേ വെക്കത്തുള്ളൂ. ഇപ്പം എല്ലാ ഞായറാഴ്ചയും ചേച്ചിയുടെ പാൽപ്പായസം 35 മിനിറ്റോട് ഉണ്ടാക്കി അവിടെ വെക്കും. 1.5 മണിക്കൂർ ഇപ്പൊ തുറക്കും. നല്ല റോസ് കളർ അമ്പലപ്പുഴ പാൽപ്പായസം പോലെ ഇരിക്കും. ചേച്ചി നമുക്ക് ചോദ്യങ്ങളിൽ കിടന്നല്ലോ. ആ, കിടക്കാം. ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു കോടിയിലേക്കുള്ള മത്സരമാണ് ദൈവമേ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എളുപ്പത്തിലൊക്കെ ഉള്ള ചോദിക്കുന്നത്. ചോദ്യം വളരെ എളുപ്പമായിരിക്കും ചേച്ചി, ഉത്തരം ഇത്തിരി പാടായിരിക്കും. ചോദ്യം എളുപ്പമായ ഓക്കെ. നമുക്ക് നോക്കാം. 3 പേര് സഹായിക്കുന്നുണ്ട്. 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഒരു ഹെൽപ്പ് ലൈൻ കുട്ടേട്ടനാണ്, ആ, ഒരു ഹെൽപ്പ് ലൈൻ ഡോക്ടർ രസല്ലയ്യകുമാർ, ഒരാൾ വരും ഇവിടെ വന്നിട്ട് ഉത്തരം പറഞ്ഞു തരും. മൂന്നാമത്തെ ഒരാൾ PSC രാജു, PSC പരീക്ഷ എഴുതി നിരന്തരമായി തോറ്റു എന്ന ഖ്യാതിയുള്ള ഒരു മനുഷ്യൻ. അയാള് പഠിപ്പിക്കുന്ന ആളുകളെല്ലാം ജയിക്കും, അയാൾ എഴുതിയാൽ തോക്കും. അതാണ് അയാളുടെ പുരാണം. ഓക്കെ. അപ്പൊ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക്. 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യമാണ്. ചോദിക്കാം. ചോദ്യം ഇതാണ്: കുടിൽ തൊട്ട് കൊട്ടാരം വരെ പ്രവേശനമുണ്ട്. കൂടിയാലും കുഴപ്പം, ഞാൻ കുറഞ്ഞാലും കുഴപ്പം. ആരാണ് ഞാൻ? എന്തെങ്കിലും ക്ലൂ തരാമോ? ഒരു ഭക്ഷണ സംബന്ധമായ സാധനം. ഭക്ഷണം. ഉപ്പാടോ? കൂടിയാലും അല്ല, കുടിൽ തൊട്ട് കൊട്ടാരം വരെ കയറാം, പക്ഷെ കൂടിയാ കുഴപ്പം കുറഞ്ഞ. അതാ ഞാൻ പണ്ടത്തെ അമ്മമാരൊക്കെ പറയത്തില്ലേ, ശരിയാ. ഒഴിച്ച് തിന്നണോടാ എന്ന് പറയില്ലേ? നന്ദി വേണ്ടേ? ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചുണ്ട്, വളരെ കാര്യമായിട്ട് പറയാം, കുഞ്ഞെ ഉപ്പൊന്നും കൂടുതൽ കഴിക്കല്ലേ കേട്ടോ, കുഞ്ഞിന് കേടാ. കൊണ്ട് തരുമ്പോ 1/4 കിലോ ഉപ്പ് കാണുവരും അമ്മ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു മലയാള മാസത്തിന്റെ പേരുള്ള ഉത്തരേന്ത്യൻ ഉത്സവം ഏതാണ്? വൃശ്ചികം തന്നെ മകരം കുംഭം മീന മേശ കിടം അങ്ങനെ ഉത്തരേന്ത്യൻ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞേ, മീനഭരണി ഇതൊക്കെ പറഞ്ഞേ. പക്ഷേ നോക്കട്ടെ, ഉത്തരേന്ത്യയിലുള്ളത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ചേച്ചി. ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. മല്ലിക ചേച്ചി തമാശ സിനിമ സീരിയലുകൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യയിലൊക്കെ അന്ന് വന്ന അല്ലേ, ആ സീരിയലൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നല്ലോ. ഇന്ന് കൂടെ അഭിനയിച്ച നമ്മുടെ മഞ്ജുപിള്ളയായിരുന്നല്ലോ. സീരിയസ് വേഷങ്ങളെക്കാളും ചേച്ചിക്ക് ഒന്ന് ഇളകി അഭിനയിക്കാൻ എനിക്കൊന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതെ, അപ്പൊ ഇപ്പൊ ഞാനൊരു സീരിയൽ അഭിനയിച്ചിട്ടിരിക്കുക, സൂസു. സത്യം പറയുകയാണെങ്കിൽ എന്റെ ഫോണിൽ എത്തിച്ച് നോക്കിയാൽ കാണാം. ചേച്ചി ഇത് മുഴുവൻ സ്ക്രിപ്റ്റ് ആണോ കയ്യിൽ നിന്നിട്ട് പറയാണോ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ചില ഡയലോഗ് എന്റേതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ചേച്ചി ഇങ്ങനെ കംപ്ലീറ്റ് ഇളകി നിൽക്കും. കണ്ണീരല്ലേ പരമ്പര എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. കാരണം അമ്മായിയമ്മ മരുമോളെ കൊല്ലുക, മരുമോൾ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുക്കുക, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും നല്ല. മാത്രമല്ല, ഈ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം ആടയാഭരണങ്ങൾ മൊത്തം. അതാണ് കാഞ്ചീപുരം പട്ട് സാരിയൊക്കെ ജോലിച്ച് വെച്ച് നിറച്ച് പൂവൊക്കെ വെച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ശരി ഉറങ്ങി കിടക്കുക. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, 30,000 റുപ്പീസ്. ചേച്ചി അങ്ങോട്ട് നോക്കിയാലേ, LED നോക്കിയാലേ ഒരു 3 ചിത്രങ്ങൾ കാണിച്ചു തരാം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താവുന്ന മലയാള സിനിമാ ഗാനം ഏതാണ്? ഒന്നുകൂടെ കാണിച്ചേ. ആദ്യം എന്താ ഈ സാധനം? പൂവോ? പൂവ്. രണ്ടാമത് എന്താണ്? അതിന്റെ മലയാളം വെച്ച് ആലോചിച്ച് നോക്ക് പാട്ട് കിട്ടാൻ. തേന്. അപ്പുറത്ത് ലാസ്റ്റിലോ പൂന്തേനരുവി. ആ പാട്ട് ഓർമ്മയുണ്ടോ? ഒരു ലൈൻ പാടിക്കോളൂ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി, നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ രണ്ടുപേരും ദാഹിച്ചു മൂച്ച് നിൽക്കട്ടെ അല്ലേ? അല്ലേ? അപ്പൊ ഇനി നമ്മളെ ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 40,000. പറയൂ കുട്ടേട്ടാ. ശ്രീലത ചേച്ചി, ചേച്ചിക്ക് പഴയ സാരികളെ പുതിയ സാരിയാക്കാനുള്ള എന്തോ ഒരു ടെക്നിക്ക് അറിയാം എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. പഴയ സാരികളെ പുതിയ സാരിയാക്കും. ഡിസൈനൊക്കെ ചെയ്ത്. അങ്ങനല്ല. ഒരു സീരിയൽ 4 വർഷം അഭിനയിച്ചു. അപ്പൊ ഇതിങ്ങനെ സെറ്റ് മുണ്ട് വാങ്ങിച്ച് ഞാനങ്ങ് മടുത്തു. അപ്പൊ ഞാൻ തന്നെ ഒരു പരിപാടി കണ്ടുപിടിച്ചു. ഈ സെറ്റ് മുണ്ടില് കലങ്കാരി തുണി വാങ്ങിച്ചു വെച്ചാൽ അടിച്ചു.
അപ്പൊ അതേപോലെ ബ്ലൗസ് ആയപ്പോ പുതിയതായി. ഓ അത് ശരി. അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുറെ പഴയ സാരികൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആണോ? കലങ്കാരി കൊണ്ട് തരാൻ ഞാൻ അങ്ങോട്ട്. അതെ സത്യം. അപ്പൊ നമ്മള് 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്ന 40,000. ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവനില്ല. എനിക്ക് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട്. എന്റെ പേരിൽ ബാങ്കുകൾ വരെയുണ്ട്. ആരാണ് ഈ ഞാൻ? എനിക്ക് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട്. എന്റെ പേര് ബാങ്ക് വരെ ഉണ്ടെന്നാ പറയും. നമുക്കിത് ജീവിതത്തിൽ ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ 40,000 രൂപ കിട്ടി. ഇനി 1,00,000 രൂപയുടെ ചോദ്യം. 50,000. അങ്ങോട്ട് നോക്കിക്കോണം. ചിത്രങ്ങൾ കാണിച്ചു തരാം. അരക്കള്ളൻ മുക്കാൽ കള്ളൻ ചോദിച്ചില്ലേ? അല്ല കണ്ടപ്പോ രണ്ട് കള്ളന്മാരോ ഞാൻ ചോദ്യത്തിലേക്ക് വരാം. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താവുന്ന മലയാള സിനിമ ഏതാണ്? അരക്കള്ളൻ മുക്കാൽ കള്ളൻ. അതെ ഞാൻ അഭിനയിച്ചു. അതിനെ അഭിനയിച്ചു. അല്ലേ? ഏത് പാട്ടാ അതിനകത്തുള്ളത്? അരക്കള്ളൻ. അതിലാണ് ഞാൻ ശ്രീവിദ്യക്ക് വേണ്ടി പാടിയത്. ആണോ? ഏത് പാട്ടാ അത്? കാത്തില്ല പൂത്തില്ല തളിർത്തില്ല. അതിലുണ്ട്. അരക്കള്ളൻ മുക്കാക്കള്ളൻ വേറൊരു പാട്ടുണ്ടല്ലോ വളരെ ഹിറ്റായിട്ട് ദാസേട്ടന്റെ. അത് എപ്പോഴും നമ്മൾ ചരിത്രത്തിൽ ചോദിക്കുന്നത്. നമുക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട്. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല മകയിരം നാൾ കുറെ പൂവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ്. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല. ഈ മനോഹരമായിട്ട് ആ മറ്റേ പാട്ട് ചേച്ചി പാടുമെന്ന് തോന്നുന്നു. കനകസും ഞങ്ങൾ രണ്ടുപേരും എനിക്കറിയില്ല. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ. അത് എല്ലാ കാലത്തും നമ്മൾ റെക്കോർഡ് ചെയ്തു ആവശ്യം വരും. ഓക്കെ, അപ്പോ റെഡി. നമുക്കിനി അടുത്ത ചോദ്യം. പൂത്തിരി കത്തിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ്? 60,000 രൂപ. ഇന്ന് വേണേ ഹെൽപ്പ് ലൈൻ എടുത്തോണം. നമുക്ക് വേണമെങ്കിൽ ഒരു ആളെ ഇറക്കിയാലോ? ഇറക്കാം. രസലയ കുമാറിനെ വിളിച്ചാലോ? ഡോക്ടർ രസലയ കുമാർ, പ്ലീസ് കം. നമസ്കാരം ബോസ്. നന്നായിരിക്കും. പോപ്പടമാകുന്നില്ലൊന്നും ചെയ്യുന്നില്ല സാർ. ഇത് രസലയ കുമാർ. അദ്ദേഹത്തിന് വേറൊരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അദ്ദേഹം. റെഡി. നമസ്കാരം. പറഞ്ഞെ പൂത്തിരി കത്തിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവുമാണ്. ഇദ്ദേഹം പൂത്തിരി കത്തിച്ചുണ്ടാക്കുന്ന ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ അല്ല. ഇദ്ദേഹം പൂത്തിരി കത്തിക്കുന്നത് ദീപാവലിക്കുമല്ല. ഇദ്ദേഹം 2 ഇരുമ്പ് ദണ്ടുകളെ പൂത്തിരി കത്തിച്ച് ഒന്നിപ്പിക്കുന്ന പരിപാടിയാണ്. വെൽഡ് ചെയ്യുന്ന ആളോ? യെസ്. പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു, നല്ല ലയമുണ്ടായിരുന്നു. കുമാര മടങ്ങിപ്പോക്കോളൂ. അല്ലേ? ഓക്കെ, ഡോക്ടർ രസലയ കുമാർ. ശരിയാ. വെൽഡർ. അപ്പൊ 60,000 രൂപ കിട്ടി. ഇനിയിപ്പോൾ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 70,000. മധുരമുള്ള കണ്ടം ഏതാണ്? കണ്ടം വഴി ഓടി. മറ്റേ കണ്ടമല്ല, ശ്രീകണ്ഠത്തിന്റെ കണ്ടമല്ല. അല്ല അല്ല. മധുരമുള്ള കണ്ടോ? കൽക്കണ്ടമാണോ? ഓക്കെ, ഇനി നമ്മൾ 80,000 രൂപയിലേക്ക് കടക്കുന്നു. 80,000. 3 രാ മാത്രമുള്ള വാക്ക് ഏതാണ്? 3 രാ. അല്ല 3 രാ. 3 രാ. രാ 3 തവണ വരണം. അങ്ങനെ അത് വരണം. അതൊരു വാക്ക്. രായോ റിയോ ഒക്കെ വന്നാലും മതി. പക്ഷെ രാ വേണം. അതാണോ?
അതല്ല മ്യൂസിക് അറിയാതെ മതി. അല്ലല്ല ചേച്ചി മ്യൂസിക് അറിയാതെ ഇത്ര അഹങ്കാരം പാടില്ല. രാരോ രാരീരോ അതല്ലേ? അതല്ലേ? അല്ല അത് അതിനടുത്ത് വന്നു, അതിനടുത്ത് വന്നു. രാരീരം. ഓക്കെ, ഉത്തരം ശരിയാണ്. ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കണം. 100,000 റുപ്പീസ്. കടുകെട്ടി ഞെട്ടരുത്, കളി കാര്യമാവുന്നു. മ്യൂസിക്. 50 പേർ പോയാൽ 49 പേർ മാത്രമേ ഈ സ്ഥലത്ത് നിന്നും തിരിച്ചു വരികയുള്ളൂ. ഏതാണ് ആ സ്ഥലം? 50 പേര് 50 പേര് പോയാല് 49 പേര് തിരിച്ചു വരും. കുന്നംകുളം അല്ല, കൈലാസം അല്ല. തിരിച്ചു വരും മിക്കവാറും എല്ലാവരും. രണ്ട് ഹെൽപ്പ് ലൈൻ കിടപ്പുണ്ട്. കുട്ടേട്ടനുണ്ട്, PS രാജു ഉണ്ട്. കുട്ടേട്ട ഒന്ന് പറ. കുട്ടേട്ടാ, ഏതാണ് കുട്ടേട്ടാ സ്ഥലം? അവസാനം നമ്മൾ ഈ സ്ഥലത്തേക്കാണ് പോകുന്നത്. കൂടാതെ ക്രിസ്ത്യൻ പള്ളികളിൽ ഈ സ്ഥലമുണ്ട്, മുസ്ലിം മോസ്കുകളിലും ഈ സ്ഥലമുണ്ട്. ശ്മശാനോ കല്ലറയോ? കുട്ടേട്ടാ പറയൂ. കറക്റ്റ് ആൻസർ ആണ്. ശവപ്പറമ്പ്. കാര്യം 50 പേര് അങ്ങോട്ട് പോകും, ഒരാളെ കുഴിച്ചിട്ടു, 49 പേര് മടങ്ങി പോകുന്നു. എല്ലാരും എത്തുന്നിടം. അപ്പൊ 1,00,000 രൂപ, 1,00,000 രൂപ, 1 lakh. ശ്രീലത നമ്പൂതിരിക്ക് 1,00,000 രൂപ എന്നൊരു പ്രശ്നമല്ല. ഇതൊക്കെ എന്തോന്ന് 3 കുപ്പി കഷായം നിറച്ചപ്പോ ഇതിലും കൂടുതൽ അതല്ല. ഇത് വിദേശത്തേക്ക് അയക്കുന്നെങ്കിൽ 2 ഇംഗ്ലീഷും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ധാരാളം മതി. $80. അടുത്തത് 2,00,000 രൂപയുടെ ചോദ്യമാണ്. 2 lakhs. പ്രശസ്ത സംവിധായകൻ PN മേനോൻ താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുണ്ട്. ഏതാണ് ആ സിനിമ? ഒരു ക്ലൂ കൂടെ ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് പടങ്ങളുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് രാജുചേട്ടനെ വിളിക്കാം. ഹലോ, പ്ലീസ് ഗെറ്റ് മീ PC രാജു, പ്ലീസ് കണക്ട്. എവിടെ? ടെലിഫോൺ ലൈനില്ല. ശരി. ഹലോ, PSC രാജു. ഹലോ ബോസ്. PSC രാജു, ചോദ്യം ഇതാണ്. ഒരു ഹെൽപ്പ് ലൈൻ പ്രശ്നമാണ്. മല്ലിക ചേച്ചിയും ശ്രീലത നമ്പൂതിരിജിയുമാണ് നിൽക്കുന്നത്. പ്രശസ്ത സംവിധായകൻ PN മേനോൻ താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഏതാണ് ആ ചിത്രം? സാർ, ഇതൊരു കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. കുഴപ്പത്തിരി ആയിക്കോട്ടെ, എന്നാലും ഞാൻ പറയാം. ശ്രീലത ചേച്ചിക്ക് ചിലപ്പോ ഇതുമായിട്ട് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. സാധാരണ ഈ നമ്പൂതിരി ഇല്ലങ്ങൾക്കൊക്കെ ഇത് കടന്നു വേണം ആ വീട്ടിലേക്ക് കയറാൻ. അതായത് അതെ, ശരിയാണ്, പഠിപ്പുര. ഇനി ചേച്ചി 3,00,000 രൂപയുടെ ചോദ്യമാണ്. 3 lakhs. 1979 നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ നടൻ ആരാണ്? നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ചേച്ചി തെറ്റിക്കരുത്. ഇനി എന്താ ലതജി തെറ്റിക്കരുത്. കാര്യം എന്താ അറിയോ? തെറ്റിയാൽ 20,000 രൂപ വരും, 10,000 വെച്ച് വീതം വെച്ച് വീട്ടിൽ പോകേണ്ടി വരും. പക്ഷേ അതേസമയം നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ 3,00,000 രൂപ, അടുത്ത 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കും. കളി തുടരും. പിൻവാങ്ങിയാൽ 1 lakh. 20,000 വേണോ 1,00,000 വേണോ? അല്ലേ, ശരിക്കും ഇത് അറിയാമോ? പിന്നെ പിൻവാങ്ങുന്നല്ലേ കാശുകളേത്? അപ്പൊ എന്തോ തീരുമാനം? അപ്പൊ ശ്രീലത നമ്പൂതിരിയൻ, മല്ലിക സുകുമാരൻ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഉത്തരം പറയോ? അത് ചേച്ചിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാ, മാമുക്കോയ. അയ്യോ ചേച്ചി. എന്തായാലും 1,00,000 രൂപ ഉണ്ട് കയ്യിൽ. പൈസ എനിക്ക് അങ്ങനെ ഫ്ലവേഴ്സ് ചെയ്ത് ഒരുപാട് വാങ്ങിക്കുന്നത് എനിക്ക് സത്യം നാളെ വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മനോഹരമായ ഒരു പാട്ടോടെ അല്ലേ രണ്ടുപേരോടെ ചേർന്ന്. ഏതായാലും ഓണക്കാലം ഒക്കെയാണ്, അപ്പൊ അതിനെ കുറിച്ച് ഒരു നല്ല 4 വരി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഓക്കെ, രണ്ട് ചേച്ചിമാർ കൂടെ നമ്മള് ഒരു 1,00,000 രൂപയുടെ ചെക്കും 2 സർട്ടിഫിക്കറ്റും. അപ്പൊ നന്നായിരിക്കട്ടെ. ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, ഓക്കെ.
മലയാള സിനിമയുടെ സുവർണ്ണകാലം എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്ത് ജീവിച്ച 2 പേരാണ് ഇന്നിവിടെ തകർത്തത്. വലിയ താരമൂല്യമുള്ള അന്നത്തെ ആളുകളുമായിട്ടൊക്കെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. ഇവരൊക്കെ എത്ര ഭാഗ്യവതികളാണ് ഇന്ന് നമ്മൾ ആലോചിച്ചു പോവും. താങ്ക്സ് ടു മല്ലിക സുകുമാരൻ, ശ്രീലത നമ്പൂതിരി. മറ്റ് 2 മത്സരാർത്ഥികളുമായി നമ്മൾ അടുത്ത ദിവസം കണ്ടുമുട്ടും രാത്രി 9:30 മണിക്ക്. ഗുഡ് ബൈ.